നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും കുരിശ് വരച്ച വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോമിശിഹായ്ക്ക് ഉറക്കെ പറഞ്ഞ ഈശോമിശിഹായ്ക്ക് ചുറ്റുള്ള എല്ലാവർക്കും സ്തുതി കൊടുത്തേ, സന്തോഷത്തോടെ, നല്ല സ്നേഹത്തോടെ. അടുത്തുള്ളവർക്കെല്ലാം ഒരു സ്തുതി കൊടുത്തേ, സ്നേഹത്തോടെ. പ്രസിലോട് സന്തോഷമാണെന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. നന്നായിട്ട് കൈയടിച്ച് അഭിഷേകത്തോടെ ഒറ്റവിളി ഹല്ലേലൂയ. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ അണക്കര മരിയൻ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ടൊരു അഭിഷേകത്തെക്കുറിച്ച് പറയാനാണ്. നിങ്ങൾക്കറിയാവുന്നതാണ്, എൻ്റെ അതിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും ചില വിശ്വാസത്തിൻ്റെ ചില അത്ഭുതകരമായ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാനും പഠിക്കാനും വേണ്ടിയാണ് ഈ സമയം ഞാൻ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്. അണക്കര ധ്യാന കേന്ദ്രം തുടങ്ങിയിട്ട് ശരിക്കും ഇത് 17ാമത്തെ വർഷമാണ്. 17 വർഷം മുമ്പ് എൻ്റെ അഭിയുന്ന പിതാവ് എന്നെ അവിടേക്ക് വിടുമ്പോൾ ചെറിയൊരു ഒരു കാട് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അവിടെയാണ് ഒന്നേന്നിങ്ങനെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപ എനിക്ക് 1995 ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു വലിയൊരു കൃപ എന്നിലേക്ക് ഒടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റെവലേഷൻ ഒന്നായിരുന്നു പരിശുദ്ധാത്മ. ഈ പൈശാചിക ശക്തികളുടെ മേഖലകളെക്കുറിച്ച് അറിയാന്ന് വെച്ചാൽ സാധാരണ ഞാൻ പലപ്പോഴും ഇവരെല്ലാവരും പറയും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയും അത് ശരിയായി അറിയുമല്ലെന്ന് ഞാൻ പറയും. കാരണം ഇതിൻ്റെ ഒരു പ്രവർത്തനം സഭയിലും ലോകത്തിലും വ്യക്തികളിലും നടക്കുന്നത് ദൈവം എനിക്കൊരുപാട് അനുഭവങ്ങളിലൂടെ എന്നെ വളരെ പച്ചയായ അനുഭവങ്ങളോട് പഠിച്ചു. അതുകൊണ്ട് ഈ ബൈബിള് വായിച്ചു വരുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു, അതിൻ്റെ പ്രവർത്തനത്തിന് ഇല്ലാതാക്കാനായിട്ടുള്ള മാർഗം എന്താണെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സമയത്ത് അച്ഛൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഡെലിവറൻസ് എന്നുള്ള ശുശ്രൂഷയുടെ ഒരു മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മാത്രമേ എടുക്കുന്നുള്ളൂ, വേറൊരു വിഷയം എടുക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ബന്ധനം എന്ന് പറയുന്ന സംഭവം. വാട്ട് ഈസ് ബോണ്ടേജ് അല്ലെങ്കിൽ പൈശാചിക ബന്ധനം എന്ന് പറയാൻ അങ്ങനെ സംഭവം ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടോ നമ്മളെല്ലാം പറഞ്ഞിങ്ങനെ ഉണ്ടാക്കുന്ന വാക്കുകളായിരിക്കില്ല എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അല്ല, അതിൻ്റെ ശരിക്കൊരു ബന്ധനമുണ്ട് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകും. 2 കാര്യം പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പല ചില വചനങ്ങളോട് നമ്മൾ പോയിട്ട് നമുക്ക് ആ വചനം ഒന്ന് ധ്യാനിക്കണം, പഠിക്കണം. അത് ഈ തിന്മയുടെ ശക്തികൾ ആളുകളിൽ പ്രവർത്തിക്കുന്നതിന് വളരെ വ്യക്തമായ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളോട് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അനുഭവങ്ങൾ 1-2 ചെറിയ അനുഭവങ്ങൾ, ആദ്യകാലം കൊണ്ടായ 1-2 അനുഭവങ്ങളെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. 11 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു ദൈവിക ഒരു ഇടപെടൽ അനുഭവമാണ്. ഒരു സംഭവം. ഒരു അമ്മ തൻ്റെ കുഞ്ഞുമായിട്ട് എൻ്റെ അടുത്ത് വരികയാണ്. ഈ കൊച്ചിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേൻ്റെ അടുത്ത് വരുമ്പോൾ ഈ അമ്മ പറയുകയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൊച്ചിന് വലിയ പ്രായമൊന്നുമില്ലൊരു 3-3.5 വയസ്സ് പ്രായമുള്ളൂ. 3.5 വയസ്സ് 4 വയസ്സ് 3.5 വയസ്സ് പ്രായം മാക്സിമം കാണും. ഈ കുട്ടി ഒരു പാവപ്പെട്ട വീട്ടുകാരെ ഒരു കോളനി പോലത്തെ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഈ അപ്പനും അമ്മയും കൂടെ കൂലിപ്പണിക്ക് പോകുന്ന സമയത്ത് ഈ കുഞ്ഞിനെ ഇവർ തൊട്ട് അയൽവക്കത്തുള്ള വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് പോകും. നല്ല വീട്ടുകാർ. ഒരു ദിവസം ഇങ്ങനെ പോയിട്ട് വന്നപ്പോൾ ഈ കൊച്ചിനെ കുറിച്ച് അയൽക്കാർ ഈ അമ്മയോടും അപ്പനോടും കംപ്ലൈൻറ്റ് പറഞ്ഞു. ഈ കൊച്ചിന് ഇങ്ങനെ ഈ സെക്ഷുവലായിട്ടുള്ള ഒരു സ്വഭാവം ഒരു നോർമൽ ആളുകൾക്കുള്ള പോലെ അല്ല, ഒരു അബ്നോർമലായിട്ട് കാണുന്നു. അപ്പോൾ ഒരു പ്രത്യേക രീതി ഇപ്പം 3.5 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുടെ കാര്യം പറയാം. ഇവരാകെ സങ്കടത്തിൽ. അപ്പോൾ ഡോക്ടർ ഈ അയൽക്കാർ പറഞ്ഞു, നിങ്ങൾ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കണം, അല്ലെങ്കിൽ കൊച്ചു വല്ല രോഗിയായിട്ട് മാറും, അല്ലെ കൊച്ചു വലിയ ഭാവിയിൽ നിന്ന് കുത്തി പ്രശ്നം ഉണ്ടാകും. ഈ മോനെയും കൊണ്ട് ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടുത്തെ ഇതിൻ്റെ കുട്ടികളെ നോക്കുന്ന ഡോക്ടർമാരെ ഇപ്പോൾ കണ്ട്, പീഡിയാട്രീഷ്യനോ അങ്ങനെയുള്ള ഡോക്ടർമാരാണ്ട് കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ ഹോർമോൺ ചെക്കപ്പ് നടത്താറ്. അപ്പോൾ ഹോർമോൺ ചെക്കപ്പ് നടത്തിയപ്പോൾ ശരിക്കും കുഞ്ഞിൽ ഈ ഒരു മേഖലയിലെ ഹോർമോൺ ഭയങ്കര ഹൈ ആയിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഈ കൊച്ചിന് ലൈഫ് ലോങ് മെഡിസിൻ കൊടുത്താൽ മാത്രമേ ഈ കൊച്ചിനെ സുഖപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. വേറൊരു വഴിയില്ല, വേറൊരു മാർഗ്ഗമില്ല. കൊച്ചിന് ലൈഫ് ലോങ് മെഡിസിൻ ഒത്തിരിയേറെ കാലം ഈ ഹോർമോണിൻ്റെ ഇംബാലൻസ് ആണ്. അപ്പോൾ അതിനുള്ള മെഡിസിൻ കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ അമ്മ ആകെ വിഷമത്തില്ല. അപ്പോൾ ആ സമയത്താണ് ആരോ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഈ കുഞ്ഞിനെയുമായിട്ട് അമ്മ വരികയാണ്, പ്രാർത്ഥിക്കാൻ വരിക. അപ്പം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അമ്മയോട് വന്നു പറഞ്ഞു, ഞാനിങ്ങനെ ഈശോനെ പ്രാർത്ഥന ഞാൻ കഴിയുന്നത് ഞാൻ മറ്റു കാര്യങ്ങൾ ഇടപെടാതിരിക്കണമെന്ന് എന്നോട് ഈശോ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ കാര്യങ്ങൾ മാറി നിന്ന് ദൈവവചനത്തിലും പ്രാർത്ഥനയിലും വചന പഠനത്തിലും പരിഹാര ശുശ്രൂഷ പ്രാർത്ഥനകളൊക്കെ നിൽക്കണമെന്നാണ് ഇപ്പോൾ എന്നോട് ഈശോയുടെ അന്ന് ആവശ്യപ്പെടാറുള്ളത്.
അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ എനിക്കിപ്പോൾ ആളുകളിങ്ങനെ ഒരുപാട് ദിവസം എന്നെ കാണാൻ വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ കൊച്ചുമായിട്ട് ഇവർ വന്നു എന്നോട് അമ്മ ഒന്ന് കരഞ്ഞു, ഈ മോനെ കൊണ്ടുവന്നു. പ്രാർത്ഥിക്കുന്നതിന് പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ പറയാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചില ചോദ്യങ്ങളോട് ചോദിക്കണം. ഈ പലപ്പോഴും ഇത് എവിടെ നിന്നാണ് ഈ പൈശാചിക ശക്തി കുഞ്ഞിനെ ആക്രമിച്ചത് എന്നുള്ളതാണ് എപ്പോഴും എന്നോട് പറയിച്ചു ആദ്യം പറഞ്ഞത്. ഇതെങ്ങനെയാണ് ഇതിലേക്ക് വന്ന വഴി, ഹൗ ഇറ്റ് എൻറ്റേർഡ്, ത്രൂ ഹൂം ഓർ ത്രൂ വേർ, വിച്ച് സ്പേസ്, ഒരു പ്ലേസിൽ നിന്നാണോ, വ്യക്തികളിൽ നിന്നാണോ, അത് പാരമ്പര്യമായിട്ടാണോ, ഹെറിഡിക്റ്ററി ആയിട്ടാണോ, അപ്പോൾ ഇത് ഏത് വഴിയിലാണോ എന്നൊരു കാര്യം കിട്ടണം, എങ്കിലേ നമുക്കത് ശുശ്രൂഷ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ലോകം ആരോട് അത് ഒരിക്കലും ഡിസ്കസ് ചെയ്തോ കൗൺസിലിംഗ് ചെയ്താലൊന്നും അങ്ങനെ നമുക്ക് ചർച്ച, കാരണം രഹസ്യം ദൈവത്തിന് മാത്രമേ എത്തുള്ളൂ. നമുക്ക് പരസ്യങ്ങളെ അറിയത്തും, പുറമേ കാണുന്ന വെച്ചാൽ നമുക്ക് വിധിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതായിരിക്കണം എന്നല്ല ശരി. ഒരിക്കലും പുറമേ കാണുന്നതല്ല ശരികൾ. പല ആളുകളെ കുറിച്ച് നമ്മൾ പുറമേ കണ്ടതുപോലല്ലോ പിന്നീട് അവരുടെ ജീവിതം നമ്മൾ കണ്ടുമുട്ടിട്ടുണ്ട്. അപ്പോൾ പുറമേ കാണുന്നതല്ല ശരി. എൻ്റെ ഉള്ളിലുള്ള വേറൊരു റെല്ലമുണ്ട്, ഒരു അടിയൊഴുക്കെന്ന് പറഞ്ഞ തലമുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഇവരോട് പറഞ്ഞു, ഒന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഈ മോളോ ചോദിച്ചു, ഇവക്കൊരു വലിയ പ്രായമൊന്നുമില്ലൊരു 25 years ഓൾഡ് മേ ബി ഷീ മേ ബി. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, മോളെ നിനക്ക് വിവാഹത്തിന് മുമ്പ് എന്തെങ്കിലും മോശമായ ജീവിത ബന്ധങ്ങളും അല്ലാണ്ട് നമ്മളച്ചാൽ ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞു, എല്ലാം കളഞ്ഞാണ് ഞാൻ കല്യാണം കഴിച്ച്, പിന്നെ ഒന്നുമില്ല അച്ഛാ, ഞാൻ വളരെ ഹോളിയായിട്ടാണ് ജീവിക്കുന്നത്, വിശ്വസ്തയോടെ ജീവിക്കുന്നു, ഞാൻ കുമ്പസാരിച്ചെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം പെട്ടെന്ന് പരിശുദ്ധമെന്ന് പറഞ്ഞു, ഒന്നുകൂടി കുമ്പസാരിക്കാൻ പറയാൻ പറഞ്ഞു, കുമ്പസാരിച്ചിട്ട് ബന്ധിക്കാൻ പറഞ്ഞു. അപ്പം പറയും ഞാൻ ഒന്നുകൂടി കുമ്പസാരിക്കുക ഓച്ച എന്ന് പറഞ്ഞിട്ട് ഈ മകൾ കുമ്പസാരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ജീവിതത്തിൻ്റെ കുറവുകൾ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പാവമോചനം കൊടുത്തു. പാവമോചനം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഈശോ എന്നിട്ട് തന്നെ പറഞ്ഞു, നീ ബന്ധിക്കാൻ പറഞ്ഞു. ഈ ഹോസിയ 5:4 പറയുന്ന വ്യഭിചാര ദുർഭൂതത്തെ ബന്ധിക്കുക എന്ന് പറഞ്ഞു. അതിനകത്ത് ഞങ്ങൾക്ക് സംഭവമുണ്ട്, ബന്ധിക്കാൻ സംഭവമുണ്ട്. അപ്പോൾ അത് സ്പിരിറ്റ് പ്രവർത്തിക്കും. ഈ വ്യക്തിയിൽ ഒരു ഹൈഡിങ് ആയിട്ട്, അൺസീനായിട്ട്, ഇൻവിസിബിളായിട്ട് സ്പിരിറ്റ് പ്രവർത്തിക്കും. ഇൻവിസിബിൾ, അതൊരിക്കലും വിസിബിൾ അല്ലത്. അപ്പോൾ ഞാൻ ഈ നമുക്ക് മർക്കോസ് 3:27 പറയും, ശക്തനായൊരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അവനെ ബന്ധിക്കണം. അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് മത്തായി 12:28-29 അവിടെ പറയുന്നുണ്ട്, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അഥവാ ശക്തനായൊരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അതിനെ ബന്ധിക്കണം എന്ന് പറയും. ബന്ധിക്കാതെ ഒരിക്കലും എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ആ സ്പിരിറ്റ് ഒരാൾക്ക് ഇപ്പോൾ ആളുകൾ ഈ വചനം കേൾക്കാതെ നിൽക്കുന്ന, വചനത്തെ അനുസരിക്കാത്ത, വചനം ശ്രവിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അവരെ ബന്ധിക്കണം. അതിൽ പൈശാചിക ബന്ധം, അത് ബന്ധിച്ചത് മാറിയാലേ അവർക്ക് വചനം കയറുകയുള്ളൂ. അല്ല അവർ വചനം കേൾക്കില്ല. അവരൊക്കെ വചനത്തിൻ്റെ അടുത്ത് ഓടി മാറിപ്പോന്ന് കാണാൻ പറ്റും. കാരണം അതൊരു ബ്ലോക്ക്, അവരറിയുന്നത് അവരെ തന്നെ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്പിരിറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ ദേ കൻ നോട്ട് ഹിയർ ഓർ ലിസൺ ദ വേർഡ് ഓഫ് ഗോഡ്. ദേ കൻ നോട്ട് ലിസൺ ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പം അത് അവർ മാറിപ്പോകും. അപ്പം അത് ബന്ധിച്ച് ബഹിഷ്കരിച്ചാൽ മാത്രമേ കയറാൻ പറ്റൂ, എൻ്റർ ചെയ്യാൻ പറ്റൂ. ഒരുപക്ഷെ ആളുകൾ ചോദിക്കണം, ഇത്രയും സുവിശേഷ പ്രഘോഷ സഭയിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾ വചനാച്ചനം കൊടുത്ത് ഇരട്ട ഗിഫ്റ്റ് ഉള്ളതുകൊണ്ട് പോയി ബന്ധിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വചനം കൊടുക്കാൻ നല്ല എളുപ്പമാണ്. പ്രസലോഷ് മണിക്കൂറുകൾ കൊടുത്താൽ ആളുകൾ അവിടെ ഇരുന്നുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കും. പ്രസലോഷ്. പക്ഷെ ആ സ്പിരിറ്റ് വലിയ ആക്റ്റീവ് ആണെങ്കിൽ, അത് ബന്ധിക്കപ്പെട്ടില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്ത് അത് പതിയാൻ എഴുന്നേറ്റ് പോകുകയും ഭയങ്കര ഒരു നെഗറ്റീവ് അറ്റാക്ക് എപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന കാണാൻ പറ്റും. പ്രസലോഷ്. അപ്പം അങ്ങനെ ഞാൻ ഈ കുട്ടിയുടെ, ഈ അമ്മയുടെ മേലെ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ഹോസിയ 5:4 ദുഷ്ടാരൂപികളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറ്റിച്ച് ഈ അമ്മയ്ക്ക് ഒരു അടയാളോ താട്ടൂരിൻ്റെ വിടാനോ ബോധം കെട്ടുപോകാനോ ഒന്നുമില്ല. നമ്മൾ തൊളിച്ച് ഹോളി വാട്ടർ ഭയങ്കര പവർഫുള്ളാണ്. സഭയിൽ നമ്മുടെ സഭ നമുക്ക് വെഞ്ചരിച്ചിരുന്ന ഹോളി വാട്ടർ അത് ഭയങ്കര ഗ്രേസാണ്. ചമ്മത്രസ്യൊക്കെ പറയും, ഈ പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിൽ മുറിയിൽ ഇങ്ങനെ ഹോളി വാട്ടർ തെളിക്കുമെന്ന് പറയും. അതുപോലെ ബെനഡിക്റ്റും കുരിശുകളൊക്കെ ഉപയോഗിക്കും ആൾക്കാർ. സെൻറ്റ് ബെനഡിക്റ്റിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കും ആൾക്കാർ. കാരണം ഇത് തെളിച്ചുമ്പോഴത്തേക്ക് അവിടെ തിന്മടച്ചിട്ട് വിട്ടു, ഇത് നിർബന്ധമായിട്ട്. അതുകൊണ്ട് നമ്മുടെ ഇടവയിലൊക്കെ നമ്മുടെ അച്ഛന്മാർ വീട് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു, കൂടെ വെഞ്ചരിക്കുന്നത് കണ്ടുപോകുന്നതാണ്. വർഷത്തിൽ ഒന്നെങ്കിലും വീട് വെഞ്ചരിക്കപ്പെടേണ്ടതാണ് നമ്മുടെ എല്ലാം. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ ഞാൻ ഈ കൊച്ചു, അപ്പം ഈ സമയത്ത് ഞാനിത് പറഞ്ഞ് ഈ മകളെ ഇങ്ങനെ ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ മകള് ഈ കുമ്പസാരിച്ചെല്ലാം പ്രാർത്ഥിച്ചു. ഡെലിവൻസ് പ്രയർ പ്രാർത്ഥന ഈശോയുടെ നാമത്തെ ബന്ധിക്കുന്നു. നമ്മൾ ഡെലിവൻസ് പറഞ്ഞ വലിയ പ്രാർത്ഥന ചെല്ലുന്നുള്ളതല്ല, നമുക്ക് ഈ അധികാരവും കൃപയും നമ്മിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആവശ്യത. അതാണ് പ്രത്യേകത, അധികാരവും കൃപകളുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചും സഭയുടെ അധികാരത്തിൻ്റെ കീഴിൽ നമ്മൾ ശുശ്രൂഷ എപ്പോഴും ചെയ്യുന്നത്. പ്രസലോഷം അവർ ചെയ്യാൻ പറ്റുള്ളൂ. ഒത്തിരി സഭ ഇവിടെ വരുമ്പോഴാണ് ഇവിടുത്തെ മെത്രാന്മാരുടെ അധികാരത്തിൻ്റെ അവരോട് ചേർന്ന് അവരനുവദിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ശുശ്രൂഷ ചെയ്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പ്രസലോഷം. അപ്പം അതങ്ങനെ സഭയുടെ ശുശ്രൂഷ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ.
അതാണ് ഈ ലൂക്ക 9:1-2. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവൻ അവർക്ക് അധികാരവും ശക്തിയും കൊടുക്കും. അധികാരം മാത്രമല്ല, ശക്തിയും കൂടെ കൊടുക്കും. ഈ ശക്തി അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി, അതുകൊണ്ട് ഉണ്ടെങ്കിലും നമുക്കത് പറ്റുള്ളൂ. ശക്തിയും കൊണ്ട്. ഈ ശക്തി വർദ്ധിക്കണം. നമുക്ക് തന്നെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല, ദൈവം നമുക്ക് തരണമെന്ന്. ദൈവത്തിന്റെ ആത്മാവ് ദാഹം തന്നു. അത് ഇറ്റ്സ് എ മിസ്റ്ററി. ഞാനിതൊരു യോഗ്യത ഉണ്ടായിട്ടൊന്നുമല്ല, ദൈവത്തിന്റെ അനന്ത കരുണ മാത്രമേ ഉള്ളൂ ഈ ശുശ്രൂഷയാണ് കാരണം. ഹല്ലേലൂയ. ഈ സമയത്ത് കൊച്ചുകുട്ടി, 3.5 വയസ്സ് പ്രായമുള്ള കുട്ടി ഇങ്ങനെ എൻ്റെ മുറിക്കകത്ത് ഇറങ്ങി പുറത്തു പോകും, പിന്നെ തിരിച്ചു കയറി വരും. അത് കൊച്ചു കുട്ടികളുടെ സ്വഭാവത്തിൽ ഓടി നടക്കുക. ആ സമയത്ത് ഞാൻ ഈ കൊച്ചിനെ വിളിക്കാൻ പറഞ്ഞു. കൊച്ചിനെ വളർത്തോട് വിളിച്ചുകൊണ്ട് എൻ്റെ തലയ്ക്ക് വെച്ചിട്ട് ഇതേ മേഖല, ഈ കുഞ്ഞിൻ്റെ പ്രവർത്തിക്കുന്ന ഹോസിയ 5:4 വ്യഭിചാര ദുർഭൂതത്തെ ബന്ധിക്കുന്നുണ്ട് ബഹിഷ്കരിക്കും. ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഹോളി വാട്ടർ ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു, ഇടപെടുന്നു. എല്ലാം കൂടെ ആ കൊച്ചു ഒരു 1 മിനിറ്റത്തെ പ്രാർത്ഥന, 1 മിനിറ്റത്തെ പ്രാർത്ഥനത്തേ ഉള്ളൂ. പ്രാർത്ഥിച്ചാൽ കിട്ടും. അടുത്ത ആളെ ഞാൻ ആ കേസ് കിട്ടു. ഞാൻ ഇങ്ങനെ ഇഷ്ടംപോലെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളൊന്നും ഇങ്ങനെ വെയിറ്റ് ചെയ്തില്ല. പ്രാർത്ഥിച്ചു, നമ്മളങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വെയിറ്റ് ചെയ്താനോ സാക്ഷ്യങ്ങളോ ഞാൻ അങ്ങനെ ഇതിനകത്ത് വലിയ നിയമമാണ്. സാക്ഷ്യങ്ങൾ ഒത്തിരി പറയിക്കരുതെന്നുള്ളത് വലിയ നിയമമുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് എന്തുകൊണ്ട് അച്ഛൻ വർഷങ്ങളായിട്ട് പരിശുദ്ധമായ 2 നിയമമാണ് എനിക്കുള്ളത്. ഒന്ന്, സ്തോത്ര കാഴ്ച പിരിക്കരുത്, സാമ്പത്തിക മേഖല പിരിക്കാൻ പറ്റത്തില്ല. 2, സാക്ഷ്യം പറയിപ്പിച്ചേക്കല്ല. അത് ഒരു വലിയ, അത് ദൈവം പ്രവർത്തിച്ചോളൂ. ആളുകളുടെ ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അത് ദൈവം തന്നെ അത് പ്രവർത്തിച്ചോളൂ. സന്തോഷം. പിന്നെ എമർജൻസി ഒരു ചില മേഖലകളൊക്കെ വരുമ്പോൾ നമ്മൾ പബ്ലിക്കിനെ അറിയിക്കും. വലിയ സാക്ഷ്യങ്ങൾ, വലിയ അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ ഒറിജിനലാണെന്ന് 100% ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ നമ്മളത് ജനത്തെ അറിയിക്കും. പ്രസലോഷം. മാത്രമല്ല, ഒറിജിനലാണെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ പറയാൻ പാടില്ല. ചിലത് വലിയ മിറക്കിളുകൾ, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ, സഭാ ചരിത്രത്തിൽ വലിയ അത്ഭുതങ്ങൾക്ക് ഞാൻ എൻ്റെ സാക്ഷിയാണ് ഞാൻ ആൾക്കറിയില്ല. പക്ഷേ പുറത്ത് പറയാൻ ബോധമില്ല, ബ്ലോക്ക് ചെയ്യും. പരിശോധന പറയേണ്ടത് പറയും. ഇറ്റ്സ് എ മിസ്റ്ററി. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കാലത്തിന് ശേഷമായിരിക്കും അതൊക്കെ പുറത്ത് വരാൻ പോകുന്നത്. പ്രസലോഷം. ഒരിക്കലും പറയാൻ പാടില്ല. അപ്പം അതൊരു ഇറ്റ്സ് എ മിസ്റ്ററിയാണ്. അപ്പം അതിനകത്തൊരു ദൈവത്തെ അനുസരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യവും ആൾക്കാർ അനുസരിക്കാം. അപ്പം ഞാൻ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞേ. അപ്പോൾ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പറഞ്ഞു വിട്ടു. 1 മാസം കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, അച്ഛോ ഒത്തിരി നന്ദി പറയാനും വന്ന് അച്ഛനൊന്ന് തലേക്ക് വെച്ച് പ്രാർത്ഥിച്ച പിന്നെ എൻ്റെ കുഞ്ഞിൽ അങ്ങനെയൊരു സ്വഭാവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. കുഞ്ഞ് പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു. കംപ്ലീറ്റ്ലി ക്യൂർഡ്, ടോട്ടലി ക്യൂർഡ്, നോർമൽ കുട്ടികൾ. ഒരിക്കലും അമ്മ എൻ്റെ അടുത്തൊരു മകനെയും കൊണ്ട് വരിക. അവനെയും കൊണ്ട് വരാൻ വേണ്ടി അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. അമ്മയും അപ്പനോട്ട് ഭയങ്കര, അവന് ഒരു 16 വയസ്സോളം പ്രായം, 10th സ്റ്റാൻഡേർഡ് പഠിക്കുക. ഭയങ്കര ഉഴപ്പാണ്. അവനെയും കൊണ്ട് മുറിയുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അവനോട് കിടന്ന് ചിരിയും കളിയായി. ശുശ്രൂഷകരോടൊക്കെ ഇങ്ങനെ കമൻ്റ് അടിക്കും, ഭയങ്കര കമൻ്റ് അടിക്കും. ഒരു ഭയങ്കര ഡിസൊബീഡിയൻ്റ് ആണ്. അപ്പം അമ്മേൻ്റെ അടുത്ത് കയറി, അച്ഛാ ഞാൻ ഇവിടെ വരെ കൊണ്ടുവന്ന് ഈ കോച്ചിങ് കയറി വരില്ല, അച്ഛൻ വിളിച്ച്, അച്ഛൻ വിളിക്കുക, അല്ല വേറെ ഒരു വഴിയില്ല, മടുത്ത് ഇവനെ ഇവിടെ വരെ കഷ്ടപ്പെട്ട ഇവിടെ വരെ കൊണ്ടുവന്നു. ഞാൻ പുറത്തോട്ടൊക്കെ ഇവരും ഇങ്ങനെ ചിരിച്ച് കളിച്ചിങ്ങനെ ബഹളം വെച്ചു. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ച് നല്ല സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഇവരിങ്ങനെ ഭയങ്കര ഒരു പ്രത്യേക ബഹുമാനം, ഒരു റെസ്പെക്റ്റുമില്ല, ഒരു ബഹുമാനമില്ല, ഒന്നുമില്ല. നമ്മളൊക്കെ ഇങ്ങനെ ചില പിള്ളേരൊക്കെ ഇങ്ങനെ റെസ്പെക്റ്റുമില്ല, ബഹുമാനമൊക്കെ നമ്മൾക്ക് പിള്ളേരല്ലേ, യൂത്തല്ലേ, പ്രായത്തിൻ്റെ അല്ലേ നമ്മൾ. ഇത് പ്രായത്തിൻ്റെ ഒന്നും അല്ല. അതറിയണമെന്നുണ്ടെങ്കിൽ ഈ ഡെലിവറൻസ് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഞാനെങ്ങനെ അമ്മയോട് പറഞ്ഞു, അവനെ വിളിച്ചിട്ടുണ്ടോ? അല്ല ഞാൻ ചെന്ന് അവനെ വിളിച്ചു, അവനെങ്കിൽ വരാൻ പറഞ്ഞു, നിങ്ങൾ വരികയാണ്. അപ്പം ഞാൻ വിളിച്ചോടെ നിങ്ങൾ കയറിയപ്പോൾ എൻ്റെ മുറോട്ട് ഞാൻ വേറൊന്നും ചെയ്തില്ല. ഇവർ തലയിലോട്ട് തുടങ്ങി പൊട്ടവും താഴോട്ട് വീണു. അതിൻ്റെ ശരീരത്തിൽ ഇവനിങ്ങനെ ഒരു ഹെവി ബ്രീത്തിങ് ആണ്. നിലത്ത് കിടന്നിട്ട് ഇവനൊരു ഹെവി ബ്രീത്തിങ്, ഒരു സംഭവം ഇവൻ്റെ ശരീരത്തിൽ തന്നെ പോവുക. ഞാൻ ഹോളി വാട്ടർ തളിച്ചാൽ വീണ്ടും ഞാൻ പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റു, കുരിശ് വരച്ചു 2-3 പ്രാവശ്യം. അപ്പോൾ കരയാൻ തുടങ്ങിയവന്. അപ്പം മുഖവും മാറി. 3-4 പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്കും മുഖത്ത് ഭയങ്കര പ്രകാശം, ഒരു ശാന്തത. അടേ അമ്മയോട് ഇപ്പോഴെങ്കിലും മാറ്റി നിർത്തി ഞാൻ പറഞ്ഞു, നീ ഒരുപാട് മോശമായ ചിത്രങ്ങൾ കാണുന്നുണ്ട് മൊബൈൽ ഫോണിലൂടെ, അത് സ്റ്റോപ്പ് ചെയ്തേക്കണം. ശരിയാണ്. ഈ കുഞ്ഞിലോട്ട് ഈ സാധനം കയറിയായിരുന്നു. അതാണ് ഈ സംഭവം കയറി. ആ സ്പിരിറ്റ്സ് എന്ന മേഖലയുണ്ട്. പലപ്പോഴും നമ്മളെല്ലാം ഇന്ന് പരിശുദ്ധാത്മാവിൽ ഒത്തിരി അടുക്കാത്തതുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾ ആ അഭിനോന്യം കിട്ടാത്ത നമ്മളിപ്പോൾ ഈ എക്സ്റ്റേണലായത് മാത്രമേ നമ്മുടെ ഈ ഉള്ളെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ കാണുന്നതൊക്കെ ഉള്ളെന്നുള്ളതാണ് നമ്മൾ. അതൊരു തരം ബന്ധനമാണ്. അതന്നെ ഒരു ഡെമോണിക്കാണ്. നമ്മൾ കാണുന്നൊക്കെ ഉള്ളൂ, കാണാത്തൊന്നുമില്ല, ദൃശ്യങ്ങളൊന്നുമില്ല, ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ, അത് മാത്രം. പക്ഷേ ശരിക്കും ദൈവവചനം ധ്യാനിച്ചു വരുമ്പോൾ ഈ നമ്മൾ കാണുന്നതിനേക്കാളും കൂടുതൽ യാഥാർത്ഥ്യങ്ങൾ കാണാത്തതാണെന്നാണ് പറഞ്ഞത്. ഇൻവിസിബിളാണ് ഒരുപാടെന്ന് പറയുന്നത്. മിസ്റ്ററിയാണ് ഏറ്റവും കൂടുതൽ. ലോകത്തിന് മിസ്റ്ററി എന്നൊരു വാക്ക് ഉപയോഗിക്കും. ഭയങ്കര രഹസ്യങ്ങൾ നിറഞ്ഞ. 2 കരമെടുത്ത് ഹല്ലേലൂയ.
ശബ്ദം ഉയർത്തി കൈയടിച്ച് കർത്താൻ നന്ദി പറഞ്ഞ് യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിനെ കൊച്ച് മാറിപ്പോയി വരും, ഭയങ്കര പുതിയൊരാളായി പോയി വരും. തിരിച്ചു പോകുന്നതിന് പരീക്ഷ എഴുതുന്നു, നല്ല മാർക്കോട് കൂടി ജനിക്കുന്നു. പിന്നെ ഒരു മാർക്കൊക്കെ ഭയങ്കര ഹൈ മാർക്കായി. അപ്പം ആ നാളുകൾ കുറേ നാൾ, ഒരു 4-5 വർഷം കഴിഞ്ഞ് ഈ കുട്ടിയുടെ ഒരു പാരിഷിൽ ഞാനൊരു ചെറിയ പ്രോഗ്രാമിന് വേണ്ടി പോയപ്പം ഞാൻ ഒരിടത്ത് ഞാൻ വിചാരിച്ചമല്ലായിരുന്നു. ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക് ഈ കൊച്ചിൻ്റെ അപ്പനും അമ്മയും കൂടെ ഓടി എൻ്റെ അടുത്തു, അച്ഛനോട് വിശേഷം എന്നൊക്കെ പറയാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വിശേഷം. അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കി, ഇവനകലെ നിന്ന് കണ്ടു, ഇവന് ഓടി വന്നു. പണ്ടത്തെ സ്വഭാവമല്ല, ഓടി വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛൻ. അപ്പം അതിനോട് ഈ അപ്പനും പറയാണ്, അച്ഛനെ തലേക്ക് വെച്ച് പ്രാർത്ഥിച്ച പിന്നെ ഞങ്ങളുടെ മോൻ ഭയങ്കര സന്തോഷത്തിലായി. അവൻ പഠിക്കുന്നുണ്ട്, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലായിടും ഞങ്ങളെ അനുസരിക്കുന്നുണ്ട്, നല്ല ഗ്രോത്ത്, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല റെസ്പോൺസിബിളാണ്, ഉത്തരവാദിത്തമുണ്ട്, കള്ളമൊന്നും പറയുന്നില്ല, നേരെ പോകുന്നു. എന്ത് സംഭവം ഇതാണ്. ഈ ബന്ധനം എന്നത് വന്ന് കേഴിക്കറിഞ്ഞാൽ, ഈ ബന്ധനം കുറേ നാൾ നമ്മുടെ ശരീരത്തിൽ ഇരുന്നുണ്ടല്ലോ, രോഗങ്ങൾ തുടങ്ങും. മാനസിക രോഗങ്ങളുണ്ടാകാം, മെൻ്റൽ ഡിസീസസ് ഒത്തിരി കയറി പിടിക്കാം. അതുപോലെ തന്നെ ശാരീരിക രോഗങ്ങളുണ്ടാകും, ഏത് ടൈപ്പ് രോഗവും വരാം. ശരിക്കും അണക്കര നടക്കുന്നത് ശരിക്കും ഒരു ഹീലിംഗ് സർവീസിനേക്കാൾ ഒരു ഈ ഡെലിവറി ശുശ്രൂഷയാണ്. ഇത് കഴിയുമ്പോഴേക്കും ആളുകളിൽ ഹീലിംഗ് നടക്കുന്നത് കാണാൻ പറ്റും, സൗഖ്യങ്ങൾ സംഭവിക്കുന്നത് കാണാൻ പറ്റും. അത് ഈ ബന്ധനം പോകുന്നുണ്ട്. ഈ പൈശാചിക പീഡ പോയി കഴിയുമ്പോൾ, ഈ വ്യക്തിയിലുള്ള ഈ സ്പിരിറ്റ് വിട്ടു പോയി കഴിയുമ്പോൾ തന്നെ രോഗം ആ വ്യക്തിയിൽ നിന്ന് നീങ്ങി പോകുന്നു കാണാൻ പറ്റും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 2 കരമെടുത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ, ഒന്നും കൂടെ പറഞ്ഞേ, ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. സ്തുതിച്ചേ, 2 സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടിച്ച് കത്താന്ന് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ 2 ദിവസം മുമ്പ് വരെ, ഇന്നലെ ഞാൻ പറഞ്ഞു, ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നു ശുശ്രൂഷ. അവിടെ ഉണ്ടായൊരു വലിയൊരു മിറക്കൾ കുറേ നാൾക്ക് മുമ്പ്, ഒരു വർഷം മുമ്പ് ഉണ്ടായ അത്ഭുതമാണ്. അവിടെ ഒരു കുടുംബം, ഇപ്രാവശ്യം അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ 3 മക്കളാണ്. ഒരു കുടുംബത്തിൽ 3 കുഞ്ഞുങ്ങളുണ്ട്. ആ 3ാമത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് കുറച്ച് ഈ കൊച്ചിന് ഒരുതരം അലർജി വന്നു. ഈ അലർജി നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ അലർജികൾ പലത്, പക്ഷേ ഇത് ഒരു വല്ലാത്തൊരു അലർജി. ഈ കൊച്ചിന് ഉള്ള അലർജി വെച്ചാൽ മിൽക്ക് അലർജിയാണ്, മിൽക്കിൻ്റെ അലർജി. മിൽക്ക് പ്രോഡക്ട്സോ മിൽക്കോ ഒരു കാരണവശാലും കൊച്ചിന് കഴിക്കാൻ പറ്റത്തില്ല. കഴിക്കാൻ പോയിട്ട് ഈ മിൽക്കിൻ്റെ ഇപ്പോൾ പാല് കുടിച്ച് അതിന് മൂത്ത കുട്ടികൾ പാല് കുടിച്ചിട്ട് അല്ലെങ്കിൽ കോഫി എന്തെങ്കിലും കുടിച്ചിട്ട്, പാൽക്കുപ്പി എല്ലാം കുടിച്ചിട്ട് ഈ കുഞ്ഞിനെ കിസ് ചെയ്താൽ മതി, ശരീരം പെട്ടെന്നങ്ങ് റിയാക്ട് ചെയ്യും, നീര് വെക്കും, മുഖം വികൃതമാവും, പെട്ടെന്നങ്ങ് ശ്വാസം മുട്ടുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചോ അല്ലെങ്കിൽ എങ്ങനെയൊരു ഹോസ്പിറ്റലിൽ എത്തിക്കും കൊച്ചിനെ. അപ്പോൾ 1-2 ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കൊച്ചിനോട് കിടക്കും. അത് പറയായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ അതുപോലെ പ്രശ്നമായി. കാരണം ഈ കുഞ്ഞിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇതിന് പാൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ നട്ട്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും റിയാക്ഷൻ അതൊക്കെ അതിനെക്കുറിച്ച് അവർ പിന്നെ ഹോസ്പിറ്റലിൽ പോയി. 2 പേര് അപ്പനമ്മയും നേഴ്സസാണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതിപ്പോൾ ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് ചെക്കപ്പ് ചെയ്യും. പറഞ്ഞിട്ട് 4th സ്റ്റേജ് ഈ അലർജിയാണ്. 4th സ്റ്റേജ് അല്ലെങ്കിൽ ഒരു 4th സ്റ്റേജ് ക്യാൻസർ പോലെ മരിച്ചു പോകുന്നതാണ്, അതുപോലെ മരിച്ചു. അപ്പോൾ ഇത്രയും കോണ്ടെക്സ്റ്റ്, പാൽ പ്രോഡക്ട്സ് ഒരു കാരണവശാലും കുഞ്ഞിന് ഉപയോഗിക്കാൻ പോയിട്ട് കുടിക്കാൻ പോയിട്ട് ദേഹം തൊടാൻ പോലും പറ്റത്തില്ല. ഈ കുഞ്ഞു കൊച്ച ഇപ്പോൾ ഒരു 2 മാസം തൊട്ട് തുടങ്ങി, അതുകൊണ്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വയസ്സായിട്ടും ഇത് ഇങ്ങനെ പ്രശ്നം. അപ്പോൾ ഒരു ഞങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടിയുള്ള സാധനം മേടിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിൽ പോയിട്ട് പോയിട്ട് ഞങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിൽ പോകും. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഈ കുട്ടിക്കുള്ള സാധനങ്ങൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ കുട്ടികളുടെ ബേബി ഫുഡിനകത്തെല്ലാം തന്നെ മിൽക്കിൻ്റെ കണ്ടൻസ് ഉള്ളതുകൊണ്ട് ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ്. അതുപോലെ മൂത്ത കുട്ടികൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ സ്നേഹിതർ പറയായിരുന്നു, അവരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു ദിവസം കൊച്ചു വന്നപ്പോൾ എങ്ങനെയോ അറിയാതെയോ പാലിൻ്റെ അംശം കൊണ്ടോ ആരോ കുടിച്ചിട്ട് വെറുതെ കുടിച്ചു കഴിഞ്ഞിട്ട് വെറുതെ അങ്ങ് ചുംബിച്ചതുള്ളൂ. ഉടനെ കൊച്ചിൻ്റെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് വികൃതമായി, പെട്ടെന്നങ്ങ് നീര് വെച്ച് ശ്വാസം മുട്ടി ഭീകരമായൊരവസ്ഥയിലോട്ട് പോകുന്നു. അപ്പോൾ വീട്ടിൽ ആശുപത്രി കൊണ്ടുപോകാൻ ഉടനെ അവർ പേടിച്ചു പോകും. അപ്പം ഇങ്ങനെ കഴിയുമ്പോൾ ഇവർ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു ഡോക്ടർമാരെ പരിശോധിച്ചിട്ട് പറഞ്ഞു, മരണം വരെ, ശ്രദ്ധിച്ചു കേട്ടോ, മരണം വരെ കൊച്ചിന് ഈ മിൽക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മരണം വരെ ഉപയോഗിക്കാൻ പറ്റും, ഒരു കാലത്ത് ഉപയോഗിക്കും. കാരണം അവരെ ഡോക്ടർമാരെല്ലാം കഴിച്ചിട്ട് ഒരു ചെക്കപ്പ് എല്ലാം നടത്തിയിട്ട് വരും. ഈ അവസരത്തിൽ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പനമ്മയും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ അണക്കരയ്ക്ക് പോരുക. ശരിക്കും അവധിക്ക് വരികയില്ല. അവർ ഒറ്റ ലക്ഷ്യമുള്ള കൊച്ചിന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് അവിടുന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ അവർ അറേഞ്ച് ചെയ്ത് നേരെ കേരളത്തിൽ വന്നു. നേരെ അവരെൻ്റെ അടുത്ത് വരിക കുറ്റം. അപ്പം എനിക്കറിയാവുന്നൊരു ഫാമിലി. അപ്പോൾ ഒരു ധ്യാനത്തിൻ്റെ ഇടയിലാണ് ഇവർ എന്നോട്.
അപ്പോൾ ഈ അലർജി രോഗം വെച്ചാന്ന് പറയുമ്പോൾ എനിക്ക് അത്ര ഞാൻ വലിയ ഗൗരവമായിട്ടൊന്നും എടുത്തത്. അതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് പിന്നെ പഠിക്കാൻ നോക്കിയത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാം. അപ്പം എന്നോട് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പറയുന്ന ഒരു പൈശാചിക പീഡ ഈ കുട്ടിക്കുണ്ട്. ഡിമോണിക് സ്പിരിറ്റ്, സൂപ്പർ നാച്ചുറൽ അറ്റാക്ക്, ഇൻവിസിബിൾ അറ്റാക്ക്. ഇൻവിസിബിൾ ആകുക, വിസിബിൾ അറ്റാക്കിനേക്കാളും സ്ട്രോങ് ആണ് ഇൻവിസിബിൾ അറ്റാക്ക്. ഇൻവിസിബിൾ അറ്റാക്ക് കൊച്ചിനുണ്ടെന്ന് ഈശോയുടെ അമ്മ പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ മേൽ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് യേശുവിൻ്റെ നാമത്തെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, പ്രാർത്ഥിച്ചു, ഹോളി വാട്ടർ തളിച്ചു. അപ്പോൾ അവിടെ നമ്മൾ കൃപാഭിഷേകം വെള്ളമുണ്ട്, നമ്മളിങ്ങനെ വെഞ്ചരിച്ച് ഈശോ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ട് ഇങ്ങനെ വെഞ്ചരിച്ചു കൊടുക്കും. അപ്പോൾ വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കൊണ്ടുപോകോളാൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞു. അച്ഛൻ വിഷയത്തൊക്കെ പറഞ്ഞു. അവർ എല്ലാം കൂടി 2-3 മിനിറ്റ് എനിക്ക് വേണ്ടി ഞാൻ എൻ്റെ നിന്നുള്ളവർ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങി. നല്ല ഫെയ്ത്ത് ഉള്ളവർ. അപ്പോൾ എവിടുന്നോ ഈ തിന്മയുടെ ശക്തി കുഞ്ഞിനെ അടിച്ചതാണ്, എവിടുന്നോ സംഭവിച്ചിട്ടുണ്ട്. ഏതൊരു കോൺടാക്ട് മിക്കവാറും എവിടെയും അതേക്കുറിച്ച് ഞാൻ അത്രയും പോയിട്ടില്ല. പക്ഷേ അതിന് മുമ്പ് തന്നെ ഈ ദൈവത്തോട് ഇടപെട്ട് കഴിഞ്ഞു. അപ്പം അതിൻ്റെ ശേഷം ഇവർ പുറത്തിറങ്ങിയിട്ട് ഇവർക്ക് സംശയം കുഞ്ഞിന് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഇവർ അവിടെ വെച്ച് തന്നെ പുറത്തിറങ്ങി ധ്യാനകത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവിടെ വെച്ച് അങ്ങോട്ട് ഇച്ചിരി കോഫി എടുത്തിട്ട് കുഞ്ഞിന് കൊടുത്ത് നോക്കുന്നുണ്ട്. അല്പം തൊടിപ്പിച്ച് നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമൊന്നും കാണുന്നില്ല. വീണ്ടും കൊടുത്തു, കുഴപ്പമില്ല. പിന്നെ നോക്കുമ്പോൾ ഈ കുട്ടിയുടെ ആ രോഗം കംപ്ലീറ്റ് ആയിട്ട് അവിടെ വെച്ച് സൗഖ്യപ്പെട്ടിരിക്കുന്നതായിട്ട് ടോട്ടൽ ഹീലിംഗ്. പിന്നെ അവർ പറയും ഇപ്പോൾ കുടിക്കുകയല്ല, കുളിപ്പിച്ചാൽ പോലും കുഴപ്പമില്ല. അത് ഡെമോണിക് അറ്റാക്ക്, ഇൻവിസിബിൾ അറ്റാക്ക് ആയിരുന്നത്. കൈയെടുത്ത് കിടത്താൻ തന്നെ പറയാം ഹല്ലേലൂയ. 2 കരം കൊടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ എൻ്റെ അടുത്തൊരു അപ്പനും അമ്മയും കൂടെ എൻ്റെ അടുത്തുണ്ട്. ഈ സ്ത്രീക്ക് വലിയ പ്രായമൊന്നുമില്ല, 50 വയസ്സ് പ്രായമുള്ളൂ. പക്ഷേ ബ്രസ്റ്റിനൊരു ട്യൂമർ വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് ആ ട്യൂമർ എടുത്ത് കളയാൻ വേണ്ടി തീരുമാനമെടുത്തു. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ ഡേറ്റ് കൊടുത്തു. അപ്പോൾ ഓപ്പറേഷന് പോകുന്നതിന് തലേദിവസം വരെ എൻ്റെ അടുത്ത് അപ്പനമ്മയും കൂടെ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞ അച്ഛൻ പ്രാർത്ഥിക്കണം, ഒരു പ്രശ്നമുണ്ട്, സംഭവം ഇതാന്ന് പറഞ്ഞു. നാളെ ഓപ്പറേഷനാണ്, ട്യൂമർ എടുത്ത് കളയണം. നല്ല പ്രശ്നത്തിൽ കഴിയണേ കുടുംബേ. അപ്പം എൻ്റെ അടുത്ത് ഈ കുഞ്ഞുമായിട്ട് ഇവർ ഈ അപ്പനമ്മയും കൂടെ വരികയാണ്. അപ്പനമ്മ ഈ അമ്മയ്ക്കാണ് ഈ പ്രശ്നം, 50 വയസ്സോളം പ്രായമുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് പരിശുദ്ധാത്മാവ് എന്നോട് ഒരു പാപത്തിൻ്റെ മേഖല പറഞ്ഞു, പൈശാചിക മേഖല പറഞ്ഞു. ഞാൻ ഇവരോട് ചോദിച്ചില്ല, കാരണം ഇത് കൂടുതൽ പോയില്ല, ഇവർ വിഷയത്തിലേക്ക് പോകും. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇന്ന സ്പിരിറ്റിനെ ബന്ധിക്കാം, ഇന്ന അരൂപിയെ ബന്ധിക്കാൻ പറഞ്ഞു. ആത്മാവിൻ്റെ സ്വരമായിരുന്നു എനിക്ക് കിട്ടിയത്. അവിടെ ഞാനിവരെ തലവെച്ച് ബന്ധിക്കുന്നു. ബോധം കെട്ടി സ്ത്രീ താവട്ടു, കൈയും കാലും ഇട്ട് കടിച്ച് ഹോളി വാട്ടർ തെളിച്ച് 2-3 മിനിറ്റ് ബോധം തെളിഞ്ഞ് ആളെ എഴുന്നേറ്റ് വീണ്ടും ഞാൻ 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഈ ചിലപ്പോൾ അടയാളം ഉണ്ടാവും, ഇങ്ങനെ തിന്മേടശത്തിൽ വിട്ടു. എല്ലായിടത്തും അടയാളം ഉണ്ടാവുകൊണ്ട് യാതൊരു നിർബന്ധമില്ല. അതിന് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളൂ. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അല്ല, നമുക്കെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പോകും, നമ്മൾ ഒഴിക്കും, അത്രേ ഉള്ളൂ. അപ്പം ഇത് അടയാളമുണ്ട്, ഇത് സംഭവം ഇത് വിട്ടു. എഴുന്നേറ്റപ്പം അവൾ ഭയങ്കര ഹാപ്പി, മുഖത്ത് ഭയങ്കര ഫ്രഷ്നെസ്സായി, ഹാപ്പിയായി. ഉടനെ എന്നോട് പറയുന്നുണ്ട്, ഉടനെ ഇവർ പറഞ്ഞു, ഞാൻ അച്ഛൻ നാളെ ഞങ്ങൾ എന്ത് ചെയ്യണം, ഓപ്പറേഷൻ നടത്തണോ വേണ്ടയോ? ഞാൻ പറഞ്ഞു ഞാനല്ല തീരുമാനിക്കും, ഡോക്ടർമാർ. ഇപ്പോൾ ഡോക്ടർമാരെ കാണുക, ഡോക്ടർമാരുടെ കാര്യങ്ങൾ പറയുക, അത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങി ഇവർ ഒരു 2 മണിക്കൂർ കൊണ്ട് വീണ്ടും അവർ പോയി ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പോയില്ല. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അവരെൻ്റെ ഒന്നും കൂടെ അച്ഛനെ കാണുന്നു, ഞാൻ വരാൻ പറഞ്ഞു. അത് പറഞ്ഞ അച്ഛാ ഇപ്പം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇവള് പറഞ്ഞു, ഞാൻ ഇപ്പം എനിക്ക് വേദനയൊന്നുമില്ല, എനിക്ക് നല്ല സൗഖ്യം കിട്ടുന്നുണ്ട്, അങ്ങനെ ട്യൂമർ ദേഹത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രസിലോഷ് അച്ഛനൊന്ന് ദൈവത്തിന് നന്ദി പറയണമെന്ന് പറഞ്ഞോട് പറയും. ഞാൻ പറഞ്ഞു എന്നിരുന്നാലും ശരി, നാളെ പോയി ഡോക്ടറിനെ പോയി കണ്ട് സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ മതി, അതിനിപ്പുറം ഒന്നും പറയരുന്നു. അപ്പം അങ്ങനെ അവർ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോണ്ട് അങ്ങനെ ട്യൂമർ അവൾക്കില്ല, ബ്രസ്റ്റിലില്ല, പരിപൂർണമായിട്ട് നിർവീര്യമായിട്ട് പൊരിക്കുന്ന കണ്ടേ. ഇത് ബന്ധനമാണിത്, ഇന്ന് മുഴുവൻ പൈശാചിക ബന്ധനം. ഒരുപാട് കുടുംബങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്, അവർ പോലും അറിയുന്നില്ല. ഒരുപാട് യുവാക്കൾ യുവതികൾ തീർന്നുകൊണ്ടിരിക്കുക. ചില പ്രേമബന്ധങ്ങളുണ്ടല്ലോ, പ്രേമബന്ധങ്ങൾ മുഴുവൻ തന്നെയും പൈശാചികയുടെ ചതിയല്ലേ, മുഴുവൻ ചതിയല്ലേ, ചീറ്റിംഗ് സ്പിരിറ്റ്. അണക്കര കാണാൻ ധ്യാനം കൂടിയിട്ട് ചില കുഞ്ഞുങ്ങൾ ഈ കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് ഒരു കുട്ടി, ആ കൊച്ചിനൊരു 18 വയസ്സ് ആയതേ ഉള്ളൂ. അപ്പം തന്നെ ഒരു നോൺ ക്രിസ്ത്യനായ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഒരു എനിക്കൊന്ന് 18 അല്ല കേട്ടോ, 22 വയസ്സോളം 22 വയസ്സോളം പ്രായമുണ്ട്. അതായത് ഒരു 4 വർഷമായിട്ട് ഇവനുമായിട്ട് ഭയങ്കര ബന്ധം കയറി അവസാനം ഇവൻ്റെ കൂടെ പോയി ജീവിക്കാൻ തീരുമാനമെടുത്തു.
പേരൻസിന് പല കാരണങ്ങൾ കൊണ്ട് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് മാത്രമല്ല, ഒരുപാട് പ്രശ്നത്തിലാണ്. വീട് മുഴുവൻ നല്ല പ്രാർത്ഥിക്കുന്ന കുടുംബം. ഏറ്റവും രസം വെച്ചാൽ അപ്പനും അമ്മയൊക്കെ വിശുദ്ധരായ മാതാപിതാക്കളാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരും ഒരു ദുശ്ശീലം ഒന്നുമില്ലാത്ത മാതാപിതാക്കൾ. പ്രഥമ ദൃഷ്ടിയിൽ കുഞ്ഞിലോ ആ വീട്ടിലോ ഒന്നും നമ്മൾ നോക്കി ഹോളി കുഞ്ഞില്ല, വീട്ടിൽ നല്ല ഹോളി അന്തരീക്ഷം. അപ്പോഴിവര് അവസാനം കെട്ടിപ്പൊക്കോട്ടെ, ഇനി നല്ല കൊച്ച് വേറെ വല്ലതും കാണിക്കുമെന്ന് പേടിച്ചുകൊണ്ട് അവരത് അനുവദിക്കുന്ന ഘട്ടത്തിൽ പോകുമ്പോൾ ഒരച്ഛൻ പറഞ്ഞു, നമുക്ക് അണക്കരയ്ക്ക് കൊണ്ടോ, അച്ഛൻ്റെ അടുത്ത് കൊണ്ട്. അപ്പം അങ്ങനെ അവർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ കാണുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്, എന്നെ കണ്ടിട്ട് കാര്യമൊന്നുമില്ല, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞാൽ ഞാൻ വല്ലതും ചെയ്യാൻ നോക്കട്ടെ, അറിയില്ല. വന്ന് ഈ കൊച്ചിൻ്റെ മുറി കയറിയോടെ പരിശുദ്ധാത്മാവിൻ്റെ എന്നോട് പറഞ്ഞു, നീ ഇവനോട് ഈ കുഞ്ഞിനെ ഇപ്പം പ്രാർത്ഥിക്കരുത്, ഇപ്പം തലേക്ക് വെക്കരുത്, ധ്യാനം കയറാൻ. അപ്പം ഇതിനൊരു പരിശുദ്ധാത്മാവ് നമുക്ക് തരാം. അപ്പം ഈ ആളുകൾ അതിനൊരു വെയിറ്റ് ചെയ്യണതുണ്ട്. ഈ അഭിഷേകം കിട്ടണമെങ്കിൽ എപ്പോഴും ഒരു കാത്തിരിപ്പ് ആവശ്യം. എടുത്തിയാടി ഒരിക്കലും അനുവദിക്കാൻ നമുക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, മേടിക്കാനും. അപ്പം ഞാൻ പറഞ്ഞു, കഷ്ടപ്പെട്ടാണ് അവരോടെ വന്നത്. ഞാൻ പറഞ്ഞത് പണ്ട് കാര്യമില്ല, സോറി, കുഞ്ഞിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു നോക്കണം, പക്ഷെ ധ്യാനം കൂടാൻ പറയും. ധ്യാനം കൂടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും, കൊടുക്കാം. പക്ഷെ ഉടനെ പറഞ്ഞ് ധ്യാനം കൂടിക്കോളാം. നല്ല എളിമയുള്ളവർ അവർ കയറിക്കോളും, ധ്യാനത്തിന് കയറിക്കോളും. അപ്പം അങ്ങനെ ഒരു ധ്യാനത്തിന് കയറി, 5 ദിവസത്തെ ധ്യാനത്തിന് കയറി. ധ്യാനത്തിൻ്റെ അവസാന നിമിഷം അവർക്ക് ഈ കുഞ്ഞിൻ്റെ തലയ്ക്ക് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞു, ഉപസാരം എല്ലാം കൊണ്ട് ഈ കൊച്ചി ബന്ധത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനം വരെ ധ്യാനത്തിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ ഡെലിവറി സ്പ്രേ ഉണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് തൊട്ടും വരിക. പിന്നെ വരുന്നത് ഞാൻ ഒന്നും ചെയ്തില്ല, കുഞ്ഞിൻ്റെ ഞാൻ ചോദിക്കത്തില്ല, ഇങ്ങനെ ഈശ്വരൻ പറഞ്ഞു ഒന്നും സംസാരിക്കരുത്, ഞാൻ ഇവർ പറയുന്നത് കേൾക്കാതെ ഞാൻ എൻ്റെ ഉള്ളിൽ ആത്മാവ് നൽകുന്ന പ്രേരണ അനുസരിച്ച് മാത്രം ചെയ്യാം. അപ്പം അങ്ങനെ ഈ കൊച്ചിൻ്റെ തലയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും ഞാൻ ഈ കൊച്ചിൻ്റെ യേശു നാമത്തിൽ ബന്ധിക്കും. ഒരു ടക്കെന്നൊരു ശബ്ദം ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നിങ്ങനെ പോകുന്നത്, ഒരു ടക്ക ശബ്ദം, ഒരു പ്രത്യേക ശബ്ദം, നമുക്കറിയാതെ ഒരു സംഭവം ഇങ്ങനെ പൊട്ടിപ്പോകുന്നല്ല, ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു സംഭവം ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു സംഭവം. അപ്പോൾ ആ സമയത്ത് കൊച്ചിങ്ങനെ താഴോട്ടിങ്ങനെ പോകുന്നേ നമ്മൾ തന്നെ എഴുന്നേച്ചപ്പം ആ കുട്ടി തന്നെ എന്നോട് പറയാ, അച്ഛാ ആ സംഭവം അങ്ങ് പോയി കേട്ടോ എന്ന് പറഞ്ഞു. ആ ബന്ധം അങ്ങ് വിട്ടുപോയെന്ന് കൈയടിച്ച് കിടത്താൻ ഹല്ലേലൂയ, ആ ബന്ധം വിട്ടുപോയെന്ന് പറയും. അവൾ മുഖം അങ്ങ് പ്രകാശിക്കുന്ന കൊച്ചിന്റെ, അതിനെ നോയടിച്ച ബന്ധം പോയി. അപ്പൊ ആ പേരൻസിൽ നിന്ന് കുടുംബവും സ്വർഗതുല്യ സമാധാനത്തിൽ കഴിയും. വല്ലവരും ഇത് പൈശാസികം ആരിലും ഞാൻ പറഞ്ഞു, നിങ്ങൾ വിസിബിളായി ഇന്നത്തെ ബുദ്ധിജീവികളുടെ ലോകത്തായിരിക്കും. ബുദ്ധികൾ മുഴുവനും ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കാണുന്നതിനേക്കാളും കൂടുതലുള്ളത് ഇൻവിസിബിൾ ആവട്ടെ, വിസിബിളിനേക്കാളും കൂടുതൽ ഇൻവിസിബിളാണ്. എബ്രായ ലേഖനം 11:3 വചനമുണ്ട്, ദൈവം വചനത്താൽ ലോകത്തെ സൃഷ്ടിച്ചുവെന്നും കാണപ്പെടുന്നതെല്ലാം കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്ന് വിശ്വാസം മൂലം നാം അറിയുന്നു. എബ്രായ ലേഖനം 11:3 പറയാണ്, ദൈവം വചനത്താൽ ലോകത്തെ സൃഷ്ടിച്ചെന്നും കാണപ്പെടുന്നവയെല്ലാം കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്ന് വിശ്വാസം മൂലം നാം അറിയുന്നു. സർവ്വത്ത് പറഞ്ഞു ഹല്ലേലൂയ, 2 കിടത്ത് പറഞ്ഞു ഹല്ലേലൂയ. കൈയടിച്ച് കർത്താൻ നന്ദി പറഞ്ഞേ ഉച്ചത്തില്ല, എന്നിട്ട് അടിച്ചു. അപ്പൊ ഈ ഇൻവിസിബിൾ എന്നൊരു തലം, അത് വലിയ തലം, അതൊരിക്കലും നമുക്ക് അത് ഹലൂസിനേഷൻ അല്ല, നമുക്ക് തോന്നില്ല ചുമ്മാ ആൾക്കാർ അത് ചുമ്മാ മാനസിക രോഗമാണ്, അതല്ല. അത് ബന്ധിച്ചാൽ മതി, ശരിക്കും നല്ല കൃപയെന്നുകൊണ്ട് നമ്മൾ ബന്ധിക്കണം, അത് മാറിക്കിട്ടും. ഈ തോന്നലുകൾ, ദർശനങ്ങൾ, അതല്ല ഇത് ശരിക്കും യാഥാർത്ഥ്യമായ അദൃശ്യമാണ്. അത് യാഥാർത്ഥ്യം, അത് വസ്തു, അത് കറക്റ്റാണ് സംഭവം. ഈ കൊച്ചു ഡെലിവറി സംഭവിച്ചു. 2 കിലോമീറ്റർ ഹല്ലേലൂയ. ഒരിക്കലും ഒരു മകള് കഴിഞ്ഞ് കുറച്ച് ഒരു 1-2 വർഷം, 1 വർഷം മുമ്പ് 2 വർഷം എൻ്റെ അടുത്ത് ഒരു കേസാണ്. ആ കുട്ടി ഒരു MBBS പഠിച്ചു കഴിഞ്ഞു, PG കഴിഞ്ഞു. PG കഴിഞ്ഞിട്ടൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ചൊരു ഒരാളുമായിട്ട് പ്രേമബന്ധമാവുന്നു, അവിഹിത ബന്ധം സ്ട്രോങ് ആയി. അപ്പോൾ അവർ കല്യാണം കഴിച്ചപ്പോൾ തീരുമാനം എടുത്തു. അവനാണെങ്കിൽ അവന് ഒരു വേറൊരു സ്ത്രീയായിട്ട് ബന്ധവും എല്ലാം ഉണ്ട്. ഈ കൊച്ചൊന്നും പ്രശ്നമൊന്നുമില്ല, ഇതതിൻ്റെ കൂടെ പോയി ജീവിക്കാൻ ഞാൻ പോയി. അപ്പോൾ അവൻ പറഞ്ഞു, നീ വരുമ്പോൾ ഞാൻ അവനെ ഉപയോഗിച്ചോളാം, അവളെ ഉപയോഗിച്ചോളാം. ഇതെല്ലാം വിശ്വസിച്ച് വിളിങ്ങി നിൽക്കുകയാണ്. അങ്ങനെ സ്പിരിറ്റ് അങ്ങോട്ട് കയറി, ദുഷ്ടാരൂപി കയറി കുഞ്ഞിനെ അങ്ങ് കീഴ്പ്പെടുത്തി തീർത്തിരിക്കും. ഇതിനിടയ്ക്ക് ഇവർ 2 പേരും മദ്യപിക്കും, ഇവളെയും കുടിപ്പിക്കും, അവനും കുടിക്കും. അപ്പം അവള് അപ്പനവൻ കണ്ട് ചീത്തയെ പറയുള്ളൂ, ചെറി മാത്രമേ പറയുള്ളൂ, നല്ല നോക്കൊന്നും പറയത്തില്ല. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള പോലെ ചോദിക്കുക, എനിക്കിതാ സമാധാനം. കല്യാണം കഴിയുമ്പോൾ ഉറപ്പിച്ച് ഇവള് പോകാൻ പോകുമ്പോഴത്തേക്കും വീട്ടുകാർ മരണത്തിൻ്റെ ദുഃഖത്തെ ഭയങ്കര, ഇവളെ നഷ്ടപ്പെടാൻ പോവാ. ഇവർ പറയുന്നൊന്നും കേൾക്കില്ല. അത് ഈ സ്പിരിറ്റുള്ള ഒരു വ്യക്തിയോട് നമ്മൾ ആരെന്ത് പറഞ്ഞാലും കേൾക്കില്ല.
ശരി പറഞ്ഞാലും കേൾക്കില്ല, വചനം പറഞ്ഞാലും കേൾക്കില്ല, അച്ഛന്മാരെല്ലാം ആര് പറഞ്ഞാലും കേൾക്കില്ല. ആ സ്പിരിറ്റ് മാറാതെ ഇവരോട് ഒരു ഉപദേശം കൊടുത്തില്ല. ഒരു കൗൺസിലിങ്ങിന് ഉണ്ടായാലോ ഒരു 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 നമ്മൾ എന്ത് ചർച്ചയ്ക്ക് നിന്നാലും ഈ സ്പിരിറ്റ് ഈ വ്യക്തിയിൽ നിൽക്കുമ്പോൾ അതെപ്പോഴും എഗൻസ്റ്റായിട്ട് സംസാരിക്കുന്നത്, എതിർ ചിന്തയാണ് അവർ കൊടുക്കുന്നത്. നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ അവർ എതിരെ പറയാൻ വേണ്ടിയാണ് വരുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് സംസാരിക്കും. ദൈവപരിപാലനം കൊണ്ട് ഇവരുടെ ആരാണ്ട് ഇപ്പം നമ്മുടെ അണക്കര ധ്യാനത്തിനായിട്ട് വരുന്ന ആളുകൾ, ഈ കൂട്ടായ്മ ഇങ്ങനെ ഒത്തിരി പേര് അവിടെ ആളുകളെ ഇങ്ങനെ കൊണ്ടുവരികയും പ്രാർത്ഥിക്കുകയും ഇവർ ഈ സംഭവം പറഞ്ഞിട്ട് ഈ മോളെ എങ്ങനെ പിടിച്ചു കെട്ടി അവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ആ കുഞ്ഞ് ധ്യാനം കൂടിയിട്ട് അവസാനം വരുമ്പോൾ ധ്യാനത്തിനിടയ്ക്ക് ആദ്യത്തെ പക്ഷേ ഡെലിവറൻസ് പ്രയർ, പബ്ലിക്കിലൊരു പ്രയർ, നമ്മൾ ആദ്യത്തെ ഒരു ഒറ്റ പ്രാർത്ഥന എന്നോട് കൊണ്ട് ശാന്തമായി. പിന്നെ വചനം കേൾക്കാൻ തുടങ്ങി. വചനം കേട്ട് നല്ല മാനസാന്തര അനുഭവത്തിലേക്ക് വരാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി. അവസാനം വന്നപ്പോഴത്തേക്കും നമ്മൾ തന്നിട്ട് മാനസാന്തര കുമ്പസാരം കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് കുരിശ് വരച്ചാൽ മതി, ഈ തിന്മയുടെ ശക്തി ആ കൊച്ചിനെ വിട്ടുപോകുന്നു കാണാൻ പറ്റും. പ്രസ് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ കംപ്ലീറ്റ് പോയിട്ട് അവൾ അവിടെ വെച്ച് എൻ്റെ മൊബൈൽ ഫോൺ നശിപ്പിച്ചിട്ട് പോയി, മിസ്സിമൊക്കെ ഓടിച്ച് നശിപ്പിച്ചിട്ട് ആ ബന്ധവും മുറിച്ചു, ജീവിതം അവിടുന്ന് ജോലിയും കളഞ്ഞിട്ട് അവൾ വേറെ സ്ഥലത്തേക്ക് പോയി. ഇപ്പോൾ അവൾ ഈ ദിവസങ്ങളുണ്ട് വിവാഹം നടക്കാൻ പോവുക. പക്ഷെ അതെല്ലാം അറിഞ്ഞ് ദൈവത്തിൻ്റെ വലിയ കരുണയാൽ രക്ഷപ്പെട്ട കൊച്ച്. അപ്പോൾ അവരുടെ കുടുംബത്തോട് എന്നോട് പറയും, അച്ഛാ അന്ന് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇത് ബന്ധനമാണ്, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഇതൊരു ബന്ധനമാണെന്ന് അറിയത്തില്ല, ഇത് ബന്ധനം വൈശാസിക ശക്തികളാണ് പ്രവർത്തിക്കുക, ഞങ്ങൾക്ക് അറിയത്തില്ല. രണ്ട് കരോട് ചോദിച്ചു ഹല്ലേലൂയ. ഒറ്റ വിളി യേശുവേ എന്ന് വിളിച്ച്. ഈശോയെ കുറിച്ചുള്ള വചനം എന്ന് പറയും ഏറ്റവും യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു, 1 യോഹന്നാൻ 3:8. അവിടെ പറയുന്നിങ്ങനെയാണ്, പാപം ചെയ്യുന്നവൻ പിശാച് എന്നുള്ളവനാണ്, പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്, പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. കണ്ടോ, പാപം ചെയ്യുന്നവൻ പിശാച് എന്നുള്ളവനാണ്, പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്, പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനാകുന്നത്. കേടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. നന്നായിട്ട് കേടിച്ചു. ഹല്ലേലൂയ. കൈയടിച്ച്. ഒരിക്കൽ ഞാനൊക്കെ ഈ നാളുകൾ ഒരുപാട് ഈ മദ്യപാനികൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. അത് ആദ്യ ശനിയാഴ്ചകൾ മറ്റു ധ്യാനത്തിലൊക്കെ ഒന്ന് കൂടുവേ. ഇത് വരുമ്പോൾ ഈ മദ്യപാനം വെച്ച് കഴിഞ്ഞാൽ ഇവർ രോഗികളായിരിക്കും. ശരിക്കും ഭയങ്കര ഹൊറിബിളായ സംഭവം. പലൊരു സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഒരു മനുഷ്യൻ 42 വർഷത്തോളമായിട്ട് മദ്യപാനി. ആളൊരു 2-3 പ്രാവശ്യം ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്നിട്ടുണ്ട്. മാത്രമല്ല ആളുടെ സ്വഭാവം വളരെ മോശം. അദ്ദേഹത്തിൻ്റെ മക്കളോട് തന്നെ ആൾ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്, പറയാൻ പോലും കൊള്ളത്തില്ല. അപ്പം അദ്ദേഹം ധ്യാനത്തിന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കൊടുക്കുന്നത് ഭയങ്കര, എനിക്കിന്ന് സൗകര്യമൊന്നും പോരാ, അങ്ങനെ ഭയങ്കര ഈഗോയും ഭയങ്കര കുറ്റം പറച്ചിലൊക്കെയാണ് തുടക്കത്തിൽ. ഞാനത് കേൾക്കാൻ പോകാറില്ല, ഞങ്ങളാരും കേൾക്കാൻ പോകാറില്ല. അതിനാൾക്ക് ഇത് സ്പിരിറ്റാണ്. പോയി കഴിയുമ്പോൾ ഇവർ എളുപ്പപ്പെട്ടുകൊള്ളും. പൈശാശക്തി ഉള്ളപ്പോൾ അവൻ്റെ വാക്കും സംസാരവും എല്ലാം അത്തരത്തിലായിരിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അപ്പോഴും അവൻ്റെ വാക്കിൻ്റെ സ്വഭാവവും അല്ലെങ്കിൽ അവൻ്റെ പേഴ്സണാലിറ്റി, അവൻ്റെ സംസാരം എല്ലാത്തിനും വ്യത്യാസമുണ്ട്, വ്യത്യാസം വരും ഭയങ്കര. അപ്പം അങ്ങനെ ഇവന് വേണ്ടി ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച ധ്യാനം കൂടി ഇന്നവർക്കൊന്ന് ബന്ധന പ്രാർത്ഥനയ്ക്കും ഈ നിലത്ത് കിടന്ന് ഇങ്ങനെ ഉരുളുക. ഈ മനുഷ്യൻ കിടന്ന് കറങ്ങും. ചില സമയത്ത് ഈ മനുഷ്യ കിടന്ന് നമ്മൾക്ക് ഫാൻ കറങ്ങുന്ന ശുശ്രൂഷകർ പേടിച്ചു. ഇതെന്നാ സംഭവം, ഇതൊരൊന്നും കണ്ടില്ല, ഇതങ്ങ് മാനിഫെസ്റ്റ് ഈ സ്പിരിറ്റ് ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് കംപ്ലീറ്റ് അങ്ങ് പോയി ഹീലിംഗ് നടന്നു. അതിനുശേഷം ഇദ്ദേഹം വിദേശത്താണ് ധ്യാനം. ഞാനത് ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് ഈ നേരത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കൂടി എൻ്റെ അടുത്ത് വന്നു. എന്നോട് പറഞ്ഞു എഴുതിക്കോട്ട് സാക്ഷി അഴിച്ചാൽ ഞാനവിടെ ധ്യാനം കൂടാൻ വന്ന. അതിനുശേഷം ആ ബന്ധനം മുഴുവൻ എന്നെ വിട്ടുപോയി. ആ സ്വഭാവം മുഴുവൻ പോയി. ഇന്ന് ഡെയിലി ഞാൻ കുർബാനയ്ക്ക് പോകുന്നുണ്ടെന്ന് മാത്രമേ, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. അവരോട് പോയി കാല് പിടിച്ച് ക്ഷമ പറഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയോട് ക്ഷമ പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും ഇതാണ് ഇന്നത്തെ കുടുംബജീവിതങ്ങൾ. ഈ ഭാര്യ ഭർത്താക്കന്മാരെയൊക്കെ ശരിക്കും പ്രാർത്ഥിക്കണം, മക്കളും എല്ലാവരും മതം പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തോന്നുന്നു പറയുമ്പോൾ ഇവനായിട്ട് ഡിവോഴ്സ് എടുത്തേക്കാം, കുടുംബബന്ധം വെച്ചേച്ച് ഇതൊന്നും തന്നെ പ്രശ്നം. പിശാച് കയറി കഴിഞ്ഞാൽ പിന്നെ തന്നെ നമ്മൾ തകർന്നു പോകുന്നതാണ് ഈ കുടുംബബന്ധങ്ങൾ തകർക്കുന്നത്. അതൊന്നും ഇത്രയും നല്ലൊരു ഭർത്താവ് അല്ലെ ഭാര്യ കിട്ടുമ്പോൾ അത് തകർന്നു പോകുന്നതിന് പിന്നെ ഒരു ഡെമോണിക് വർക്കുണ്ട്. അത് വലിയ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനം വായിക്കുമ്പോൾ ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളും വെച്ച് കൗശലമേറിയതായൊരു സർപ്പം. കൗശലക്കാരനെന്ന് പറയും, അവൻ നല്ല ബുദ്ധിമാനാണ്. സാധാരണ ബുദ്ധിയല്ല, അവൻ്റെ ബുദ്ധി അതിബുദ്ധിയാണ്. അവൻ പോകുന്ന വഴിയും വരുന്ന വഴിയൊന്നും നമ്മൾ അറിയില്ല.
അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന അതുപോലെ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും കഴിയുന്നവന് മാത്രമേ ഇവൻ്റെ ആക്ടിവേഷൻസ്, ഇവൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ നോക്കും ഇവൻ ഇല്ലാന്ന് തന്നെ പറയാം, ചിന്തിക്കും. അവൻ വന്നിട്ട് നോക്കിയാൽ തന്ത്രപൂർവം ഹവ്വായെയും ആദത്തെയും പർദീസായിൽ നിന്ന് പുറത്താക്കുന്ന കാണാം. പർദീസയിൽ നിന്ന് പുറത്തെറിഞ്ഞപ്പോഴാണ്, തകർന്നപ്പോഴാണ് ഇതിന്റെ പിന്നിൽ ഈ അപ്പോഴൊരു സർപ്പമാണ് വഞ്ചിച്ചത്. സർപ്പത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന പിശാചിനെ അവന് മനസ്സിലായിട്ടില്ലെന്നുള്ളത്. അവനെപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തികളെ, വസ്തുക്കളെ അവന് പിന്നിലുള്ള ഈ ഒരു ഹൈഡിങ് സ്പിരിറ്റ് ഓർ ഇൻവിസിബിൾ സ്പിരിറ്റ്, അതിനെക്കുറിച്ച് ആരും അറിയുന്നില്ല. രണ്ട് കരമെടുത്ത് ഹല്ലേലൂയ, ഒറ്റ വിളി യേശുവേ വിളിച്ച്, ഉച്ചത്തിൽ യേശുവേ വിളിച്ച്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് ആ മനുഷ്യൻ ഒരു പ്രേക്ഷിതനാണ്, വിശുദ്ധനാണ്. ആ ജീവിതം തന്നെ മാറിപ്പോയി. എനിക്കൊരു വേറൊരു സമയത്ത് ഒരു അപ്പനും അമ്മയാണ്. ഇവര് ഈ മദ്യപാനത്തിന്റെ കച്ചവടം ഇവർക്കിങ്ങനെ ഒരു ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നവർ, ഗവൺമെന്റ് ജോലി ചെയ്യുന്നവർ, ഒത്തിരി ഇങ്ങനെ ആളുകൾ ഫ്രീ ആയിട്ട് കൊണ്ടുവരോട് കുപ്പി കൊണ്ട് കൊടുക്കും. ഈ കുപ്പി ഇങ്ങനെ വെച്ച് വീടിനകത്ത് കുറേ ഉണ്ട്, ഒരു 500,000-1000 കുപ്പി കിടക്കുന്നുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നിട്ട് ഞാൻ ഡെലിവറൻസ് പ്രയർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ തിന്മയുടെ ശക്തി വിട്ടുപോയി, കുടുംബത്തിലെ ബന്ധനം ഒഴിഞ്ഞു, ഒരുപാട് പ്രശ്നങ്ങൾ മാറി. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് ഞാനിങ്ങനെ അടുത്തേക്ക് ഞാൻ ഒറ്റ ചോദ്യം ചെയ്തു, നിങ്ങളുടെ ഇങ്ങനെ ഈശോ ഇങ്ങനെ കാണിക്കും, നിങ്ങൾ വല്ല കള്ളുഷാപ്പ് പോലെ നടത്തുന്നുണ്ടോ? ബാറുമല്ല. അപ്പം അല്ല, ബാറൊന്നും ഇല്ല അച്ഛൻ നടത്തുന്നത്, ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും മാത്രം ഇരിപ്പുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഈശോ പറയുന്നത് ഊവച്ച അതിന് യാതൊരു സംശയമില്ല. കാരണം ഞങ്ങൾക്ക് കിട്ടിയ ദൈവത്തിൻ്റെ ആ ഡെലിവറൻസ് കിട്ടുമ്പോണ്ടല്ലോ നമ്മളിതെല്ലാം എടുത്ത് കളയും. ഡെലിവറൻസ് കിട്ടിയില്ലെങ്കിലല്ലോ ഇതെല്ലാം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. സമരയാക്കാരിക്ക് ഡെലിവറൻസ് കിട്ടിയപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ആ 5 ഭർത്താക്കന്മാർ വഴിവിട്ട സ്ത്രീ പുരുഷനും ബന്ധം ഡെലിവറൻസ് കിട്ടിയപ്പോൾ കളയോ. ഇല്ലെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചോ, ഇതാണ് ജീവിതം, ഇതാണ് ആനന്ദം, ഇതാണ് സന്തോഷം, ഇതാണ് നേട്ടോ എന്ന് കരുതിക്കൊണ്ടിരിക്കും. പൈശാചികത നമ്മളെ പ്രവർത്തിക്കണം. എന്നിട്ട് ഈ മനുഷ്യൻ ചെന്നിട്ട് അത് മുഴുവൻ പൊട്ടിച്ച്, ഭാര്യയും ഭർത്താവും കൊടുത്ത് മുഴുവൻ പൊട്ടിച്ച് ടോയ്ലറ്റിൽ ഒഴുക്കി കളഞ്ഞ്. അവർ കൊണ്ട് പണിക്ക് അവിടെ ജോലിക്കാരൊക്കെ പറഞ്ഞു, ഇത് കളയരുത്, ഞങ്ങൾ വേണേ കൊണ്ടുപോകും. ഇത് തിന്മയാണ് അവർ തന്നെ പറയുക. നോക്കി, ഒരു കാലത്ത് നന്മയെന്ന് പറഞ്ഞ് അവർ കൂടെ പിടിച്ചപ്പോൾ തിന്മയാണെന്നിപ്പോൾ അവർ തന്നെ പറയുകയാണ്. അതാണ് ഈ ഡെലിവറൻസ് സംഭവിക്കുമ്പോൾ, പൈശാചിക ശക്തികൾ വിട്ടുനിന്ന് പോകുമ്പോഴാണ് ഈ തിന്മയും നന്മയും തിരിച്ചറിയാൻ പറ്റുള്ളൂ. പ്രസിലോഷ് പൈശാചികത ഉള്ളപ്പോൾ നമ്മൾ അതെല്ലാം നന്മയായിട്ട് അതിനെ കാണും. പൈശാചികത പോയി കഴിയുമ്പോൾ അറിയാം അത് തിന്മയാണ്, നമുക്കറിയാൻ പറ്റും. പരിശുദ്ധാത്മാവ് അറിയുമ്പോഴാണ് അത് അന്ധകാരമാണ്. അന്ധകാരം അല്ലെങ്കിൽ പ്രകാശം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 കരം എഴുതി സ്തുതിച്ച മക്കളെല്ലാവരും ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 കരം സ്തുതിച്ച് സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ. കഴിഞ്ഞ നവംബറിൽ ഞങ്ങളിവിടെ ധ്യാനിക്കുമെന്ന് പ്രാർത്ഥിക്കാം. ഒരു അതിശനിയാഴ്ച ഒരു സന്യാസിനി, ഒരു കന്യാസ്ത്രീയെ പ്രാർത്ഥിക്കാം. ഇവർക്ക് ഒരു രോഗമുണ്ടായിരുന്നത് ലിംഫോമ ക്യാൻസറാണ്. അതൊരു സഹോദരനാണ് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അവിടെ ധ്യാനം കൂടുന്ന സമയം ഇവർ പറയുന്നുണ്ട്, ആരാധന സമയത്ത് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ഒരു ക്യാൻസർ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതിനുശേഷം ഇവർ എൻ്റെ അടുത്ത് വന്നു, ഈ ക്യാൻസർ ഞാനൊന്നും പറയുന്നില്ല, ഈ പ്രാർത്ഥിച്ചു. ചില ക്യാൻസറിൽ പിന്നൊരു സ്പിരിറ്റ് കാണും, എല്ലാത്തിനും പിന്നിൽ ഒരു സ്പിരിറ്റ് കാണും. ആ സ്പിരിറ്റിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമുക്ക് തരേണ്ട ഏറ്റവും വലിയ കൃപ. ആ ഡിസൈൻമെന്റ് കറക്റ്റ് കിട്ടിയാലേ നമുക്കത് ചെയ്യാം. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ശുശ്രൂഷ നടത്തി പറയും, എന്നോട് ആരും മിണ്ടരുത്. ഞാൻ പറയും, ഞാനോട് മിണ്ടരുത്. എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നപ്പോഴും ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ വരുമ്പോൾ എനിക്കൊന്ന് ദൈവത്തോട് സംസാരിക്കാം. അപ്പോൾ ആളുകൾ ഇങ്ങനെ അവരുടെ ഇങ്ങനെ ബഹളം വെച്ച് ഞങ്ങളുടെ ഈ പ്രശ്നം ഈ പ്രശ്നം ഇത് നമുക്ക് പലപ്പോഴും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ നമുക്ക് വിഷമം വരും. അപ്പോൾ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് ദൈവം സ്വരം കേൾക്കാൻ വേണ്ടി നമ്മളത് ശാന്തത കിട്ടും, മനസ്സ് ഭയങ്കര ശാന്തത. അപ്പം ഞാനിവിടെ വരുമ്പോൾ ഇതുപോലെ തന്നെ ഈ കന്യാസി അവർ വന്നു, അവർ വേണ്ടിയൊന്നുമില്ല, അവർ എഴുതിക്കൊണ്ട് തന്നു. അവിടെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു, ശരിക്കും പ്രാർത്ഥിച്ചു. പ്രസലോഷം പറഞ്ഞു ഹല്ലേലൂയ. നമ്മൾ തിരിച്ച് പൊക്കോളം ഈശോയുടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ ഡെലിവറി സംഭവിക്കും. കൈവെക്കും. എനിക്ക് ഈശോ ഏറ്റവും വലിയ കൃപയിലൊന്നുണ്ട് കൈവച്ചുള്ള പ്രാർത്ഥന. അതിൻ്റെ കാരണം അത് അപ്പസ്തോലപ്രവർത്തനം 5:12 അതെന്നെ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. അതായത് അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചിട്ടും നമ്മളെല്ലാം പരിശുദ്ധാത്മാവുണ്ട് ഇരിക്കും. നമ്മളെല്ലാം പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്നിൽ ഒഴുകും. നമ്മളിലൂടെ ഒഴുകുന്നൊരു പ്രശ്നമാണ്. അത് വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ കാണുമ്പോൾ ഈ ഒഴുകുന്ന കാണാൻ പറ്റും. അവർ പോകുന്ന വഴിയിൽ പരിശുദ്ധാത്മ ശക്തി ഒഴുകും. ഈ പൗലോസ്ലിയാക്ക് പോകുന്ന വഴിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകുമായിരുന്നു.
പത്രോസിലേക്ക് പോകുന്ന വഴിയിൽ ശക്തി, അപ്പോഴാണ് അവർ രോഗികളെ കൊണ്ടത് വഴിയോരങ്ങൾ ഇങ്ങനെ കിടത്തുമായിരുന്നു അവർ. അപ്പോൾ ഈ പത്രോസിന്റെ വസ്ത്രത്തിന്റെ വിഴലടിച്ചാൽ മതിയായിരുന്നു, ഒരു സുഖം പ്രാപിക്കുമായിരുന്നു. കാരണം ഇവരിലൂടെ ഒഴുകുമായിരുന്നു. കാരണം അത്രമാത്രം അവര് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആളുകളായിരുന്നു. അവർക്ക് ബന്ധനമില്ലായിരുന്നു. അവർ പോകുന്ന വഴിയിൽ ഒഴുകുന്നു കാണാൻ പറ്റും. 2 കരമെടുത്ത് പറഞ്ഞു ഹല്ലേലൂയ. ഈ ലിംഫോമ ക്യാൻസർ ബാധിച്ച ഈ സന്യാസിനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തെ ബന്ധിച്ച് ഒരു ഭയങ്കര ഒഴുങ്ങി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. അവർ ശരിക്കും അദ്ദേഹത്തിന്റെ സഹോദരൻ നല്ലൊരു ഫെയ്ത്ത് ഉള്ള ഇതാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഫെയ്ത്ത് ഭയങ്കര, ഇദ്ദേഹത്തിന്റെ ഈ സിസ്റ്ററിന്റെ സഹോദരന് ഭയങ്കര ഫെയ്ത്ത്. അപ്പം ഈ ഡെലിവറൻസിന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ നല്ല ബോധ്യം. അപ്പോൾ എല്ലാവരും ചികിത്സയ്ക്കെല്ലാം കൊണ്ടുപോകാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ടൊന്ന് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു കെട്ടിക്കൊണ്ട് കൊണ്ടുവന്ന് അവരെല്ലാവരും കൂടെ ഇങ്ങനെ പേടിച്ച് ഇപ്പം യാത്ര ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമയമായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു ചെന്നിട്ട് ചെക്കപ്പ് ചെയ്യുമ്പോണ്ട് ആ ക്യാൻസർ ആ മകളുടെ ശരീരത്തിൽ കാണാനില്ല, പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട് ഇരിക്കുന്നതായിട്ടും ഹീലിംഗ് നടന്നിട്ടാണ് കാണുന്നത്. കൈയെടുത്ത് കർത്താവ് നന്ദി പറഞ്ഞു ഹല്ലേലൂയ. വിശ്വസിക്കുന്ന മക്കൾ 2 കരമെടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. വിശ്വ നൽകിയ ഏറ്റവും വലിയ വചനം എന്നറിയോ? യോഹന്നാന്റെ മത്തായിയുടെ സുവിശേഷം 28:20 പറയും, ലോകാവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. വിശ്വ കൂടെ ഉണ്ടായിരിക്കും. ഈശോയുടെ സാന്നിധ്യം ഉണ്ട്. എന്നെ യാതൊന്നും വിശ്വമില്ല. ഈശോയുടെ ആത്മാവ് നമ്മുടെ കൂടെ. അതാണ് അപ്പസ്തലന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രോമിസ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. മർക്കോസ് സുവിശേഷത്തിന്റെ 16:20 പറയും, അവൻ അവരോട് കൂടെ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു പറയുമ്പോൾ അവന് പരിശുദ്ധാത്മാവാണ് ഇവർ കൂടെ. ഈ അരൂപി നമ്മൾ വെളിപ്പെടണം. സഭയില് പരിശുദ്ധാത്മാവ് വെളിപ്പെടണം മാനിഫെസ്റ്റേഷൻ. അതിനുവേണ്ടി നമ്മളൊരു ഉപകരണമായി തീരണം. അതിനുവേണ്ടി നമ്മൾ വിശ്വസിക്കുക, എളിമപ്പെടണം. പരിശുദ്ധമായി പോലെ ലുക്ക 1:38 ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ എളിമപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു മേഖല വെളിപ്പെട്ട് കിട്ടുള്ളൂ. 2 കരമെടുത്ത് ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വ ആരാധന. ഒരിക്കലും അതാണ് ഈ രോഗങ്ങളുടെ പിന്നിലുണ്ടല്ലോ, പൈശാസിക പീഡകളുണ്ട്, പൈശാസിക ശക്തികളുടെ പ്രവർത്തനമുണ്ട്. ഇത് എല്ലാ രോഗങ്ങളുടെ പിന്നിലുണ്ട്. ഞാൻ ആത്മീയ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിൽ എനിക്ക് അനുഗ്രഹമായിട്ട് കണ്ടുമുട്ടൊരു വ്യക്തിയായിരുന്നു, ഒരു വൈദികൻ, ഒരു സഭയുടെ തന്നെ ഈ ഒരു മേഖലയിൽ ശുശ്രൂഷിക്കുന്ന ഫാദർ റൂഫസ് പെരീര എന്ന് പറയുന്ന അച്ഛൻ ബോംബെയിലെ അച്ഛനായിരുന്നു, ബോംബെക്കാരനായ അച്ഛനാണ്. അച്ഛൻ മുള്ളണ്ടെന്ന് പറയുന്നത് അവിടെയാണ് അച്ഛന് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ പോയിട്ട് 2-3 പ്രാവശ്യം അച്ഛൻ ഞാൻ പേഴ്സണായിട്ട് കണ്ടുകൊണ്ട് ഇവിടെ വെച്ച് അച്ഛനെ കണ്ടുകൊണ്ട് അച്ഛൻ്റെ ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണ്, 10-20 വർഷം 22 വർഷം 24 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം ഞാൻ പിന്നെ അച്ഛനൊരിക്കൽ ഞാൻ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഈ പൈശാചിക ശക്തികളും. അപ്പം അച്ഛന് ഒരുപാട് കാര്യങ്ങൾ പറയായിരുന്നു. അപ്പം അന്നൊരു കാര്യം അച്ഛന് ഒരിക്കലും ഈ മംഗലാപുരത്ത് വെച്ച് മെഡിക്കൽ ഡോക്ടേഴ്സിന് വേണ്ടി ഒരു ക്ലാസ് എടുക്കുക. അച്ഛൻ നല്ല സെമിനാറിലൊക്കെ കേൾക്കണം. അച്ഛൻ പഠിച്ചത്, അച്ഛൻ ഡോക്ടറേറ്റ് ഉള്ളത് സ്ക്രിപ്ചറിലാണ്. റോമിൽ നിന്ന് സ്ക്രിപ്ചർ ഡോക്ടറേറ്റ് ഉള്ള ഹൈ ബ്രെയിൻ, നല്ല ഇൻ്റലിജൻ്റ് ആയ മനുഷ്യൻ. സാധാരണ അച്ഛൻ ഇങ്ങനെ ശുശ്രൂഷയൊന്നും ചെയ്യാറില്ല. അപ്പം നേരെ പിടിച്ച് അച്ഛൻ സെമിനാറുകൾ എടുക്കും. ഒരുപാട് ഈ വിഷയമായി ബന്ധപ്പെട്ട എക്സോർസിസം അല്ലെ ഡെലിവറൻസ് ഇങ്ങനെയുള്ള മേഖലയെക്കുറിച്ചുള്ള ഒഫീഷ്യലായിട്ടുള്ള സെമിനാർ. അങ്ങനെ അച്ഛൻ അവസാനം വത്തിക്കാൻ്റെ തന്നെ ഈ ഒരു മേഖല, ഈ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് മിഷൻ്റെയും എക്സോർസിൻ്റെയും പ്രസിഡൻ്റായിട്ടും വൈസ് പ്രസിഡൻ്റായിട്ടും റോമിൽ നിന്നുകൊണ്ട് ലോകം മുഴുവനുള്ള സഭ കാത്തലിക് ചർച്ചിനെ ആൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് അറിയത്തില്ലാത്തൊരു സഭയിൽ കുറവാണ്. അതുപോലൊരു എനിക്ക് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ അച്ഛനോട് ഇങ്ങനെ ഒരു ബന്ധം പുലർത്താൻ പറ്റിയപ്പോൾ അപ്പം അച്ഛൻ ഒരിക്കലും ഇങ്ങനെ പറയുകയാണ്. അപ്പം ഇങ്ങനെ അച്ഛനാണ് ഈ മംഗലാപുരത്ത് മെഡിക്കൽ ഡോക്ടേഴ്സിനോട് ക്ലാസ് എടുക്കുക. അപ്പോൾ ഡോക്ടർമാർ അച്ഛനോട് ചോദിച്ചു. അപ്പം അച്ഛനിങ്ങനെ പറയുന്നത് എല്ലാ രോഗങ്ങളുടെയും പിന്നിൽ പൈശാചക്തികളുണ്ടോ? അപ്പോൾ ഇതുപോലത്തേക്കും ഡോക്ടർമാർക്കെല്ലാം ഭയങ്കര സംശയം. അവർ എല്ലാ രോഗത്തിനും നമുക്ക് അങ്ങനെ പിശാചാണ് അതിന് പിന്നെ പ്രവർത്തിക്കുന്നത് പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ യെസ് എന്ന് പറഞ്ഞു. affirmed, he strongly affirmed that there is demonic spirit behind every problems of the society. every problem, കുടുംബ പ്രശ്നങ്ങളായാലും രോഗങ്ങളായാലും അതിന് അപ്പം പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കരമെടുത്ത് ഹല്ലേലൂയ. കൈയടിച്ച് യേശുവിക്ക് നന്ദി പറഞ്ഞ യേശുവിക്ക് സ്തുതി നന്ദി. നന്നായിട്ട് കേടിച്ച് യേശുവിക്ക് നന്ദി പറഞ്ഞു ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒറ്റ വിളി യേശുവേ എന്ന് വിളിച്ച്, വെരി ഗുഡ്. ഒന്നുകൂടി വിളിച്ച് യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പൊ ഞാൻ എന്തിനത് പറഞ്ഞു? അതുകൊണ്ടാണ് നമ്മൾ ഈ ചില മേഖലകളിൽ ഈ 10 പ്രമാണങ്ങളൊക്കെ 10 കമാൻഡ്മെന്റ്സ് പാലിക്കണമെന്ന് പറയുമ്പോൾ
അവിടെ ദൈവം നമ്മളെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ശരിക്കും 10 കമാൻഡ്സ് നമ്മുടെ ഫ്രീഡം കളയാൻ വേണ്ടിയല്ല, നമ്മുടെ സ്വാതന്ത്ര്യം കളയാൻ വേണ്ടിയല്ല 10 കൽപ്പന. ദൈവം നമ്മളെ വലിയ പൈശാചിക ശക്തികളുടെ പ്രവർത്തനത്തിലേക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഐഡൽ വർഷിപ്പുകൾ ഒന്നാം പ്രമാണമൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ബൈബിൾ പറയുന്നത്, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലുള്ള യാതൊന്നിൻ്റെയും രൂപങ്ങൾ നിർമ്മിക്കുകയോ അതിൻ്റെ മുമ്പിൽ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഈ സ്പിരിറ്റ്സിനെ കുറിച്ചുള്ളൊരു റെവലേഷനാണ് കിടക്കുന്നത്. അവിടെ കാണുന്നിടത്തോളം അവിടെ ഇവിടെയെല്ലാം നമ്മൾ അടയാളങ്ങൾ പോകരുത് എന്ന് പറയുന്നത് ഈ പിശാച ശക്തി ലോകത്ത് ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈശോയുടെ 2ാം വരവിനോട് അടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇതിന്റെ പ്രവർത്തനം അതിശക്തമായിരിക്കും. ഈശോ മിശിഹായിൽ നിന്ന്, യേശു ക്രിസ്തുവിൽ നിന്ന് വേർപെടുത്തുന്ന ഒരുപാട് ശക്തികൾ ലോകത്ത് കയറി വരുന്നത്. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ നന്നായിട്ട് നിറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും ശരിയാന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പുറകെ പോയിക്കൊണ്ടിരിക്കും. മന്ത്രവാദികളുടെയും കൂടോത്രവാദികളും ക്ഷുദ്രപ്രയോഗങ്ങളും ജ്യോതിഷക്കാരും ഇതിൻ്റെ ഒക്കെ പോകും നമ്മൾ. കാരണം ഈ സ്പിരിറ്റ് കയറി നമ്മൾ അറ്റാക്ക് ചെയ്യും, ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ശരിക്കും നമ്മൾ കണ്ണുതിര വളരെ ഇത് പഠിച്ചിരിക്കേണ്ടും ഇത് അറിഞ്ഞിരിക്കേണ്ടും മേഖല ദൈവത്തിൻ്റെ വലിയൊരു റെവലേഷനാണ് ഞാൻ പറയുന്നത്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയും ഹല്ലേലൂയ. ഞാൻ ഈ കുറച്ചാളുമ്പോൾ ഒത്തിരി ഇപ്പം ഇടയ്ക്കെല്ലാം കാണാം ഈ കുട്ടികളിങ്ങനെ പേരൻസ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ പ്രാർത്ഥിക്കും. കുറച്ച് മുമ്പ് നമ്മുടെ അണക്കരയിലൊരു കുട്ടികളുടെ ധ്യാനം, ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ 8th സ്റ്റാൻഡേർഡ് to 12th സ്റ്റാൻഡേർഡ്. അപ്പം അങ്ങനെ ഒരു 450-500 കുഞ്ഞുങ്ങളെ അപ്പോൾ അവിടെ താമസിപ്പിക്കാൻ പറ്റി അത്ര സൗകര്യം കൊണ്ടുവന്നേ. അപ്പം ഇതുങ്ങൾ വരുമ്പോൾ ഭയങ്കര സീരിയസ് ആയ ബന്ധമാണ്, പൈശാചികബന്ധമുണ്ട്. ഈ കുഞ്ഞുങ്ങൾ തലയെ കിഴക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ കുട്ടികളുടെ ശരീരത്തിൽ പൈശാചികം. നിങ്ങൾ പേടിച്ചു, ഞാൻ ആരെങ്കിലും കാണിപ്പിക്കുകയല്ല, കാരണം വെച്ചാൽ ഇത് ആളുകൾ പേടിച്ചു ഇത് കാണിക്കുന്നുണ്ട്. ഇത് കഴിയുമ്പോണ്ടല്ലേ കുട്ടികളുണ്ടാകുന്ന ഒരു മാനസാന്തരവും ഒരു അനുതാപവും ഒരു വിശുദ്ധീകരണവും ദൈവത്തോടുണ്ടാകുന്ന താല്പര്യം. അതുവരെ ദൈവം, വചനം, സുവിശേഷ, വല്ല വിശുദ്ധ ജീവിതം ഒക്കെ ഒരു പരിഹാസ ഭാവത്തോടെ കാണും. ഈ പൈശാശക്തി ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മളിപ്പോഴും ഒരു പരിഹാസ മനോഭാവമായിരിക്കും സഭയോടും കുർബാനയോടും കുദാശകളോടും നമ്മുടെ പ്രാർത്ഥനകളോടും വിശ്വാസ കാര്യങ്ങളോടും സുവിശേഷ വചനങ്ങളോടും ഒരു പരിഹാസ മനോഭാവം. അത് നമുക്ക് ഈശോയുടെ പീഡാസകനം നോക്കിയ സമയത്ത് ഈ പടയാളികൾ പരിഹസിക്കുന്ന സമയം. ആ പരിഹാസം തുടങ്ങുന്നത് ശരിക്കും യൂദാസാണ് പരിഹസിക്കുന്നത്. കാരണം അവനൊരു ഡിമോണുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവന് പിശാചുണ്ടായിരുന്നു. പിശാച് കയറുമ്പോഴാണ് അവൻ ഒറ്റിക്കൊടുക്കുന്നു. പരിഹസിക്കുന്നതിന്റെ കാരണം ഡീമൺസ് കയറി നമ്മളെ കയറി ഭയങ്കര അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മാതാപിതാക്കളെ നമ്മൾ പരിഹസിക്കും, മക്കളെ പരിഹസിക്കും, ജീവിത പങ്കാളിയെ ഭയങ്കരമായിട്ട് കളിയാക്കി പരിഹസിക്കും. മാതാവ് ഇത്ര പ്രായം നോക്കൊന്നുമില്ല, അവരെ റെസ്പെക്റ്റ് ചെയ്യത്തൊന്നുമില്ല. എല്ലാവരും പരിഹസിക്കും. ദൈവത്തെ ആരാധിക്കുന്ന പള്ളിയിലൊക്കെ പോവുകയും കുമ്പസാരിക്കുകയും കുർബാനയിൽ പങ്കെടുക്കുകയും വിശ്വാസ ജീവിതമൊക്കെ നയിക്കുന്നവരൊക്കെ നമ്മളിങ്ങനെ ഫൂൾസായിട്ട് നമ്മൾ കാണും അവരെ. എന്നിട്ട് നമ്മൾ വലിയ വലിയ ആൾക്കാരെന്ന് കാണുന്ന ആൾ സിനിമാ നടന്മാർ, ലോകത്തിൻ്റെ പണം, സുഖം, ഇതാണ് ബന്ധനം, പൈശാചിക ബന്ധനമുള്ളപ്പം ഇതിലെല്ലാം ഭയങ്കരമായ പ്രാധാന്യം കൊടുത്തിട്ട് യേശുക്രിസ്തുവിനെ നമ്മൾ പുറത്താക്കും. എൻ്റെ യേശുക്ക് ആ ഒരു സ്ഥാനം നമ്മൾ കൊടുക്കില്ല. പെരുമ പ്രശസ്തിക്ക് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് കൊടുക്കും. ലോകത്തിലെ പണക്കാരന് ഇമ്പോർട്ടൻസ്, ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതല്ലൊരു ബന്ധനമാണ്. ഞങ്ങൾക്കാണ് ഒരിക്കലും ഞാൻ ഓസ്ട്രേലിയ വെച്ച ധ്യാനം നടത്തുമ്പോൾ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു. അവരുടെ വർഷങ്ങളായിട്ട് അവൻ കുടുംബമായിട്ട് ജീവിക്കുന്നത്, ഭാര്യയും മക്കളൊക്കെ ഉള്ള. അപ്പം അവൻ എൻ്റെ അടുത്ത് അച്ഛൻ എനിക്കിങ്ങനെ പ്രാർത്ഥിക്കണം, കാരണം എനിക്കൊരു പൈശാചിക ബന്ധമാണ്. നമ്മൾ എന്താണ് പൈശാചിക ബന്ധനം? ധനമോഹമാണ്. ഇവൻ പറഞ്ഞു എനിക്ക് പണത്തോട് ഭയങ്കര കൊതിയ, കൂടുതൽ കാശുണ്ട്, കാശ് മുഴുത്ത വീട് പോലെ മുഴുത്ത് ഒതുക്കി പണിയണം, എല്ലാം പൈസ ആർഭാടമായിട്ട് ജീവിക്കണം. അപ്പം അവൻ എന്നോട് പറഞ്ഞു, വചനം കേട്ടപ്പോൾ അവന് മനസ്സിലായി ഇത് പൈശാചിക ബന്ധനാണെന്ന് മനസ്സിലായി, ഒരു പൈശാചിക തോട്ടാണെന്ന് മനസ്സിലായി. ഇത് ദുഷ്ടാരൂപിയാണ് ഈ ചിന്ത കൊടുക്കുന്നത്. അപ്പം അവർ അച്ഛനെ ഒന്ന് ബന്ധിച്ച് ഇങ്ങനെ എന്നെ ഒന്ന് ബന്ധിക്കണം, ഈ ഒരു സ്പിരിറ്റാണ് എനിക്ക്. ഇന്നേ കൊണ്ട് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് മുട്ടുമേ ഇത് പറഞ്ഞിട്ട് പ്രാർത്ഥന മേടിക്കും. ഞാൻ നേരത്തെ ഒരു യേശുവിൻ നാമത്തിൽ കൊളോസസ് 3:5 വിഗ്രഹ ആരാധന തന്നെയായ ദ്രവ്യാസക്തിയെ ബന്ധിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ആനാമളം തെളിച്ച് ഞാൻ പറഞ്ഞു വിട്ടു. 1 വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ വീണ്ടും കൺവെൻഷൻ പോകുമ്പം ഈ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് അച്ഛോ ഒത്തിരി നന്ദിയുണ്ട്, അച്ഛനെ തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം എനിക്ക് ഇതിനോടുള്ള ആ ഒരു ബന്ധം എന്നോട് കുറഞ്ഞു, ഞാനിപ്പോൾ നോർമലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബത്തിൽ സമാധാനമായി, മക്കളെ പ്രാർത്ഥിക്കാൻ തുടങ്ങി.
എപ്പോഴും ടെലിവിഷന് മുമ്പിൽ നിൽക്കുന്നത് ഒരു പൈശാചികം എന്ന അഡിക്ഷൻ ഒരു വാക്കല്ലേ, അഡിക്ഷൻ അല്ലത്, ഇത് പൊസഷനാണ്. പൈശാചിക ശക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ അതിനോട് നമുക്കുണ്ടാകുന്ന ഒരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നിന്ന് ഉറങ്ങുമ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, ചിലപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കാണുമ്പോൾ ഈ ടെലിവിഷനിൽ തന്നെ ചിലപ്പോൾ ലൈവ് പ്രോഗ്രാമിന് അടിമകളായി തീർന്ന ആളുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരത് കയറാൻ പറ്റത്തില്ല. അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ മണിക്കൂർ 2, 3, 4 മണിക്കൂർ അതിനകത്ത് അവനങ്ങ് ഇരുന്ന് പോവുകയാണ്. ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. രണ്ട് കരപ്പെടുത്തി ഹല്ലേലൂയ പറയാൻ പറ്റുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. പൈശാചികത്തിന് അടിഞ്ഞു പോയിട്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഈ പലയിടത്തും ഈ നാളുകൾ പലയിടത്തും പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവം. ഞാൻ ഈ ടർക്കിയിൽ ശുശ്രൂഷയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഈ കുറച്ച് ഒരു വർഷമായിട്ട് പോയിട്ടില്ല, സമയത്ത് കിട്ടുന്നില്ല, തിരക്കേണ്ട. അപ്പം അങ്ങനത്തെ നമ്മളെല്ലായിടത്തും പോകുമ്പോൾ അവിടെ ടർക്കിയിൽ മിഷനുണ്ട്, വചനം പ്രസംഗിക്കാം. അവിടെയുള്ള ആൾക്ക് മലയാളികൾ ഇവിടെ ഒന്നുമില്ല കേട്ടോ. അവിടെ താർസസ് എന്ന് പറയുന്ന പൗലോസ്ലീഹായുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അതിനടുത്തൊരു പാരീഷുണ്ട്, മർസിൻ എന്ന സ്ഥലത്തിൻ്റെ പേര് മേഴ്സിൻ. ആ മേഴ്സിലൊരു പോർട്ടാണ്, നമ്മുടെ ഇവിടുത്തെ പോലത്തെ വലിയൊരു പോർട്ടാണ്. അപ്പോൾ മെഡിറ്ററേനിയൻ സീയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പോർട്ടുകളൊന്നാണ് ഈ പറയുന്ന മെർസിൻ പോർട്ട്. അപ്പം അതിനോട് ചേർന്നാണ് അവിടെ നിന്ന് ഒരു 100 മീറ്റർ 200 മീറ്റർ കാണും, 250 മീറ്റർ അപ്പുറത്താണ് ഈ ചെറിയ പള്ളി, പഴയൊരു പള്ളി. കുറച്ച് ആൾക്കാരേ ഉള്ളൂ, 100, 130, 150 ആൾക്കാർ മാക്സിമം ഉള്ള പാരീഷിൽ. കാരണം അവിടെ ക്രിസ്ത്യൻസ് ഇല്ലാത്തൊരു സ്ഥലമാണ്. കാരണം ക്രിസ്ത്യൻസ് എല്ലാം ഒരു കാലത്ത് ഒരുപാട് കൊല്ലപ്പെട്ട സ്ഥലമാണ്. ചരിത്രം പഠിക്കുമ്പോൾ അവിടെ ഉണ്ട് 12 ലക്ഷം ക്രിസ്ത്യാനികൾ തലവെട്ടിക്കളഞ്ഞ സ്ഥലമാണ്. അർമേനിയൻ ജനോസൈഡ് എന്ന് പറഞ്ഞ സംഭവം നടന്നതിന് തൊട്ടടുത്താണ്. അപ്പോൾ അതന താർസസ് മെർസിൻ എന്ന് പറഞ്ഞാൽ തൊട്ട് 170 കിലോമീറ്റർ ചുറ്റുള്ളൂ. അവിടെയുള്ള മുഴുവൻ ക്രിസ്ത്യാനികളെ തലവെട്ടിക്കളഞ്ഞൊരു ചരിത്രമുണ്ട് അവിടെ. 1914, 15 കാലഘട്ടങ്ങൾ. അങ്ങനെ അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ നാട് വിട്ടുപോയി പേടിച്ച്. പിന്നെ കുറച്ച് പേര് മാത്രം ഇങ്ങനെ നിൽക്കുന്നു. അവരെല്ലാവരും കൂടെയുള്ള ചെറിയൊരു സംഭവം. അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അവിടെ. അപ്പം അങ്ങനെ ഞാൻ അവിടെ വചനം പ്രസംഗിക്കാൻ വേണ്ടി പോകും. കർത്താവിൻ്റെ വചനം ഈശോ നീ കൃപയുണ്ടെങ്കിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റും. ഈ കൃപയിലെ നമുക്കൊരു ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ഇവിടെയുള്ളവർക്ക് ആർക്കും അറിയാം, കാരണം അവർ ടർക്കിഷ് ആൾക്കാരാണ്. അവിടെ ആകെ അറിയാവുന്ന ഒരു അച്ഛനേ ഉള്ളൂ. ആ അച്ഛന് ശരിക്കും കേരളക്കാരനല്ല, അച്ഛൻ കർണാടകക്കാരനാണ്. അപ്പം അച്ഛൻ അവിടെ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വഴിയുടെ എന്നെ അവിടെ വിളിക്കുന്നത്. അപ്പോൾ അതൊരു ഫ്രഞ്ചിൽ നിന്നുള്ള ഒരു സിസ്റ്റേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ് അതിന് ഓർഗനൈസ് ചെയ്ത് പറഞ്ഞ് എന്നോട് അവിടെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ മിറക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇത്രയും പേരേ ഉള്ളൂ. എനിക്കത് കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം 2-3 മണിയായപ്പോൾ അവിടെ എത്തി. എന്നോട് അച്ഛനെ പറഞ്ഞു, ഡൊമിനിക്കച്ച ഒരു 3 രോഗികളെന്ന് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാം. 3 രോഗികൾ നമുക്കൊന്നുമില്ലല്ല. 3 രോഗികൾക്ക് വേണ്ടി ജസ്റ്റ് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ പൈശാചിക ബന്ധനമാണ് ഇവരല്ലേ. ഇത് ഉള്ളവർക്ക് പറഞ്ഞു 3 പേരുടെ ദേഹത്ത് നമുക്ക് പോയി സൗഖ്യമുണ്ടേ. അപ്പം അതിനുശേഷം എന്നെ പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവിടുത്തെ സൺഡേ സ്കൂൾ കുട്ടികൾ ആ 14 പേരേ ഉള്ളൂ. ഞാൻ അവരോട് ഇങ്ങനെ ഈശോയുടെ വചനം കൊടുക്കാം. വലിയ ബുദ്ധിമുട്ട്. കാരണം ട്രാൻസ്ലേഷൻ എപ്പോഴും അച്ഛൻ വേണം കൂടെ, അല്ലെ വേറെ ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. അവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പം ഞാൻ ആകെ അച്ഛനോട് മാത്രം ഇംഗ്ലീഷ് പറയും. അച്ഛൻ പിന്നെ ടർക്കിഷ് ഭാഷയിൽ അവരോട് പറയും. അപ്പം അങ്ങനെ ഞാൻ ഈ കുട്ടികൾക്ക് ഇങ്ങനെ വചനം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. അവർ പുറത്തിറങ്ങിയിട്ട് കുറേ പേരെ വിളിച്ചോണ്ട്, അത് മുഴുവൻ തന്നെ നോൺ ക്രിസ്ത്യൻസ് ആണെന്ന് തോന്നുന്നു. അവരെ വിളിച്ചുകൊണ്ട് വരികയാണ്. അവർ വന്നിട്ടിങ്ങനെ വിളിച്ച് ഞങ്ങൾ അച്ഛനെ കാണുക. അപ്പം ഞാൻ പിന്നെ അവരെ കാണാൻ വേണ്ടി തുടങ്ങി. ഒരു 3 മണിക്ക് ചെന്ന് ഞാനൊരു 5 മണി 5:30 മണി കൊണ്ട് എല്ലാം തീർത്തിട്ടൊന്ന് വിശ്രമിച്ചിട്ട് പിറ്റേ ദിവസം അവിടെ ഒരു കുർബാന അവർ ചൊല്ലി പ്രാർത്ഥിക്കണം. അത്രേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേ ഇവർ ഒത്തിരി പേര് വന്നു. എനിക്കൊന്ന് രാത്രി ഞാൻ കിടന്നിറങ്ങുമ്പോൾ ഒരു 11:30 രാത്രിയായി. ഒരുപാട് പേര് വന്നു. കുറച്ചിൽ പെട്ടെന്ന് ഈ ബന്ധനം അഴിയാൻ തുടങ്ങിയ നാടിൻ്റെ പ്രസലോഷ് കർത്താവ് പെട്ടെന്ന് അവിടെ ചെന്ന് ഇറങ്ങിയപ്പം തൊട്ട് എൻ്റെ ഒരു പബ്ലിസിറ്റിയോ ഒന്നുമില്ല. സാധാരണ അവിടെ ഇങ്ങനെ ധ്യാനം നടക്കുന്ന സ്ഥലമോ ഒരു കുമ്പസാരം പോലും നടക്കുന്ന സ്ഥലമൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുപോലത്തെ ഒരു കോണ്ടെക്സ്റ്റാണ് അവിടെ സ്ഥലത്ത് ഒന്നും നടക്കുന്നില്ല. അവിടെ എന്നെക്കുറിച്ചൊന്നും ആർക്കും അറിയത്തില്ല. കാരണം അവിടെയൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് അറിയത്തില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഞാൻ പറയാം ഐ എം ഫ്രം ഇന്ത്യ. അപ്പോൾ അവരെന്നോട് ചോദിക്കും ഇന്ത്യ എവിടെയെന്ന് മറ്റേ അച്ഛനോട് ചോദിക്കും. അപ്പം എന്നോട് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ എന്ന് പറയാൻ പറയും. പ്രസലോഷം ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞപ്പോൾ പറയാം ഓക്കെ വി അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയാണ് അവിടുത്തെ സൊസൈറ്റിയുടെ പ്രത്യേകത. പക്ഷേ എന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡുമാണ്, ഭയങ്കര ഹൈലി ക്വാളിഫൈഡ് എഡ്യൂക്കേറ്റഡ്. കാരണം ഇത് അവർ വർക്ക് ചെയ്യുന്നത് മുഴുവൻ ഈ ബോർഡർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധം ഇമിഗ്രേഷൻ ഇങ്ങനെയുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവിടെ കൂടുതലുള്ള ആൾക്കാർ. ശ്രവണത്തിൽ പറഞ്ഞു ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇതിനാണ് സംഭവം കേൾക്കേണ്ടത്. പിറ്റേ ദിവസം രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കും. കുർബാന എനിക്ക് അവിടുത്തെ അച്ഛനെ അർപ്പിക്കും. ഞാൻ കൂടെ നിന്ന് കോൺ സെലിബ്രേറ്റ് ചെയ്തു.
ബലിയർപ്പിച്ചുകൊണ്ട് ഇടയ്ക്ക് വചന പ്രസംഗം വന്നപ്പോൾ സെർമണിൻ്റെ സമയത്ത് ഞാനൊരു 20 മിനിറ്റ്, പരമാവധി 20 മിനിറ്റ് വചനം കൊടുത്തു. കാരണം വെച്ചാൽ 20 മിനിറ്റ് എടുക്കുമ്പോൾ 40 മിനിറ്റ് ആവും, കാരണം ട്രാൻസ്ലേഷൻ ഉണ്ട്. 20 മിനിറ്റ് സുവിശേഷ വേല കഴിഞ്ഞപ്പോഴത്തേക്കും, കുർബാന കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും ഫാദർ ഡൊമിനിക് പീപ്പിൾ ആർ ക്രൈം, ആളുകളെല്ലാം കരയുന്നു. എന്താ പറ്റും? ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ബന്ധന പക്ഷെ എന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ജീവിതം ഏറ്റവും വലിയ ഒരു സ്ഥലത്തിറങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ പൈശാചിക ശക്തികൾ ആ സ്ഥലത്തുനിന്ന് വിട്ടുപോകുന്നതായിട്ടാണ് എനിക്ക് എൻ്റെ ആത്മാവിലേക്ക് ഫീൽ. ഏറ്റവും ദിവസം എന്നെ അറിയത്തില്ലെന്നുള്ളതാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് എന്നെ അറിയാം, സൊസൈറ്റിക്കാർ. അവിടെ ആർക്കും നമ്മളെ ഒരു മനുഷ്യനറിയത്തില്ലാത്ത സ്ഥലത്ത് നമ്മൾ മിറക്കളുണ്ടാകും. എൻ്റെ കഴിവൊന്നുമില്ലോട്ട് പരിശുദ്ധാത്മാവ് സഭയിലുള്ളത് കൊണ്ടും പൗരോഹിത്യത്തിൽ പരിശുദ്ധാത്മാവുണ്ട്, വചനത്തിൽ പരിശുദ്ധാത്മാവുണ്ട്, ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ട് അവസാനം ഞാൻ ഇപ്പോൾ ഈ കുർബാന കിട്ടിയ ആളുകൾ തലേക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ പേര് ഇങ്ങനെ പ്രാർത്ഥന മേടിക്കാൻ വേണ്ടി എല്ലാവരും തന്നെ ഇങ്ങനെ പരിപാടിയായിട്ട് വരിക. അപ്പോൾ ഞാൻ തന്നെ പെട്ടെന്ന് പ്രാർത്ഥിച്ച് വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരച്ഛൻ്റെ കൂടെയുണ്ട്. ആരെങ്ങനെ ആരും ഞാൻ കൊണ്ടുപോയിട്ടില്ല, കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ കൊണ്ടുപോകാറില്ല, കാരണം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ അപ്പം അവിടെ ഞാനിങ്ങനെ അങ്ങനെ ഒരു മനുഷ്യൻ കയറും. അദ്ദേഹത്തിന് ഒരു 60ഓളം വയസ്സ്, 58-60 വയസ്സ് പ്രായമുണ്ട്. നല്ല പൊക്കമുണ്ട്, ഒരു 100-120 കിലോ വലിപ്പമൊക്കെയുള്ള മനുഷ്യൻ. ഇതെങ്ങനെ ഒന്നിപ്പോൾ ഞാൻ പെട്ടെന്ന് ഈശോ പറഞ്ഞു, ബന്ധിക്കാൻ പറഞ്ഞു. ഞാൻ ഈ മനുഷ്യൻ നെറ്റിയിലോട്ട് കുരിശ് വരച്ചു. നല്ല പൊക്കോ കുരിശ് ഞാൻ മലയാളത്തിൽ പറഞ്ഞു, യേശുനാമത്തെ ബന്ധിക്കുന്നു പ്രസലോഷ്. കാരണം ഇംഗ്ലീഷ് പറയേണ്ട കാര്യമില്ല, പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അവിടെ ടർക്കിഷ് പറയാൻ എനിക്ക് അറിയത്തുമില്ല. അപ്പം ഞാൻ മലയാളത്തിൽ യേശുനാമത്തെ ബന്ധിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ഈ മനുഷ്യൻ എടുത്തിട്ട് പുറകോട്ടങ്ങ് ബോധം കെട്ടുപോയി. പെട്ടെന്ന് ദൈവപരിപാലനം കൊണ്ട് പുറകിരുന്ന ആൾക്കാർക്ക് പിടിച്ചു, അതോട്ട് പോയില്ല. അപ്പോഴത്തേക്കും ഈ അച്ഛൻ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ കയറി ഇദ്ദേഹത്തെ വട്ടം കയറി പിടിച്ചു, ചാടി കയറി പിടിച്ചപ്പോഴത്തേക്ക് കുറച്ച് ഒരു 10-30 സെക്കൻഡ് ഇവരുടെ കൈകളിൽ ഈ മനുഷ്യൻ അബോധാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. പള്ളിക്കിട്ട് നടക്കണം, പള്ളിക്കകത്ത് നടക്കണം, കയ്യിലിങ്ങനെ നിൽക്കുകയാണ്, ചാരി ഇങ്ങനെ പ്രത്യേകം ഇങ്ങനെ ബോധം കെട്ടിരിക്കുക. അപ്പം എന്നോട് ഒരു ഭാഗം എന്താ സംഭവിക്കുക അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഹോളി വാട്ടർ എടുത്തോളാം പറഞ്ഞു. അപ്പോൾ ഹോളി വാട്ടർ എടുത്തുകൊണ്ട് വന്നു. അച്ഛനെടുത്ത്, മറ്റേ അച്ഛൻ ഹോളി വാട്ടർ എടുത്തുണ്ട്. അപ്പോൾ ഞാൻ ഈ മനുഷ്യൻ്റെ തലയോട്ട് അനമ്പളം തളിച്ച് പെട്ടെന്ന് ഇതിങ്ങനെ കോൺഷ്യസ് ആയിട്ട് കണ്ണു തുറന്നു. എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ശ്വാസമൊക്കെ എടുത്ത് ഇങ്ങോട്ട് കാണും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചു ചോദിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഒരു വലിയ സംഭവം കേൾക്കുന്നത്. ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ വരുന്ന ഇദ്ദേഹത്തിൻ്റെ തൊണ്ടയ്ക്ക് 4 ക്യാൻസർ ട്യൂമറുണ്ട്. 4 ട്യൂമറുണ്ട്. ഇത് ഒരു ഞായറാഴ്ചയാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. തിങ്കൾ ചൊവ്വാഴ്ച ഇദ്ദേഹത്തിന് മേജർ ഓപ്പറേഷൻ നടക്കാൻ പോകണം. മേജർ ഓപ്പറേഷൻ നടത്തി ഈ 4 ട്യൂമർ എടുത്ത് കളയിട്ട് കീമോ ആരംഭിക്കണം. ഇതാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന സംഭവം. പ്രസലോഷൻ അപ്പോൾ ഇവിടെ വെച്ചാണ് ഈ 4 ട്യൂമർ. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രാർത്ഥിച്ചിപ്പോൾ ഇപ്പോഴത്തേക്ക് ബോധം കൊണ്ട് പോയല്ലോ, ഒരു സെക്കൻഡ് ഇത് ഒരു 30-15-20 സെക്കൻഡ്. അപ്പോൾ ഈ സമയത്ത് ഇദ്ദേഹം കാണുന്നത് പറയാണ് ആരോ വന്ന് എൻ്റെ തൊണ്ടയ്ക്കകത്തുനിന്ന് ഈ 4 ട്യൂമർ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ എൻ്റെ മുന്നിൽ വെച്ച് തൊണ്ടയൊക്കെ ഞെക്കിയൊക്കെ നോക്കുകയാണ്. ഞെക്കി നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, വേദനയില്ല, ഒരു സംഭവമില്ല. ശ്വാസം നിർത്തി നോക്കുന്നു, ആളൊക്കെ കരയാൻ തുടങ്ങി, പേടിച്ചു പോയി. ആൾ മാത്രമല്ല അവിടെ മുഴുവൻ ആളും പിടിച്ചു. നേരിട്ട് ഈ ബൈബിൾ കെട്ടുകഥയല്ല കേട്ടോ. ബൈബിൾ ഒരുപാട് നമ്മൾ പോലും വിശ്വസിക്കുന്നില്ലെന്നുള്ളതാണ് തെറ്റൊരു സങ്കടമാണ്. എനിക്ക് പലപ്പോഴും സങ്കടം അതാണ്. നമ്മൾ പോലും അതിനുള്ള വില കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വില കൊടുത്തെന്ന് പറയുന്നവർ പോലും അത് കൊടുത്തോ എന്ന് എനിക്കറിഞ്ഞില്ല. നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ, ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് കിട്ടി ഇത്രയും വലിയ നിധിയെ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് ഒരിക്കലും നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രയർ കഴിഞ്ഞ് പിന്നെ ആ മനുഷ്യൻ സൗഖ്യപ്പെട്ടപ്പോഴത്തേക്ക് ആ ധനത്തിന് ഡെലിവറൻസായി ആളുകൾ എൻ്റെ പുറകെ നിന്ന് മാറുന്നില്ല. കുമ്പസാരിപ്പിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ കുമ്പസാരിപ്പിക്കാമോ? എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ല. ഞാൻ പോയി കുമ്പസാരെ കൂട്ടി കൊടുക്കുന്ന ആൾക്കാരൊന്നും അവരുടെ ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ആശ്രയിച്ചും വിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രസലോഷ് എതിലേ പോകുന്ന എനിക്കറിഞ്ഞുകൂടാ, അങ്ങ് പൊക്കോട്ടെ ഞാനും വെച്ചു. കാരണം അവർ വരുന്ന അനുതാപത്തോടെയാണെന്ന് വരുന്നത്. പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അനുതാപം ഒറ്റ നിമിഷം ഡെലിവറൻസ് വന്നപ്പോൾ അനുതാപം ഉണ്ടാവുന്നു. ഈ പിശാച് വിട്ടുപോയാലേ നമുക്ക് ഈ കണ്ണുനീരൊക്കെ ഉണ്ടാവുള്ളൂ, ഭാവബോധം ഉണ്ടാവും, പശ്ചാത്താപം ഉണ്ടാകത്തുള്ളൂ. ഈ ബന്ധനം ഭയങ്കര സംഭവമാണ്. ഇത് അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ വേറെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അച്ഛന്മാരൊന്നും എടുത്ത് കുമ്പസാരിക്കുന്നു. ഇവർക്ക് ഒരു ബഹളമാണ്, ആളുകൾ കൂട്ടിക്കൂടുന്നു. ഇത്ര സംഭവം. എപ്പോഴെങ്കിലും ഇവിടുന്ന് പോകേണ്ട സമയം എനിക്ക് 12:30 കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് ഇറങ്ങണം. കാരണം എനിക്ക് അടുത്ത രാജ്യത്തേക്ക് പോകാൻ വേണ്ടി എയർപോർട്ടോട്ട് അവിടുന്ന് ഒരു മണിക്കൂറോളം യാത്ര ചെയ്ത് പോകണം എയർപോർട്ടിൽ ചെല്ലെങ്കിൽ. അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു ഭക്ഷണത്തിന് വേണ്ടി എന്നെ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, അവരുടെ ഭക്ഷണ മേശയെ കൊണ്ട് അവിടെ കൊണ്ട് എന്നെ എടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ആളുകൾ വന്നിട്ട് എന്നെ എങ്ങനെയാണ് സംസാരിക്കാൻ അറിയത്തുമില്ല. ദൈവാനുഗ്രഹം കൊണ്ട് ഭാഷ അറിയത്തില്ല. പ്രസലോഷ് അവർക്ക് ടർക്കി പറഞ്ഞ് എനിക്ക് ടർക്കി ഒട്ടും മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അവർക്ക് അതും മനസ്സിലാകത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങി കാണിച്ചുകൊണ്ടിരിക്കുക.
ഈ സമയത്ത് ഇവർ സമ്മാനപ്പതിയെ കൊണ്ടൊന്ന് മേടിച്ചു കൊണ്ട് തരികയാണ്. ചില പൈസ കൊണ്ട് തന്നെ മുന്നിൽ കൊണ്ടുവിടുക. പ്രശ്നം എന്നെ എങ്ങനെ സന്തോഷിപ്പിക്കണം, ഞാൻ പറയുന്നത് എനിക്കൊന്നും വേണ്ട, അങ്ങോട്ട് കൊടുത്തോളം പറഞ്ഞു. രാവിവരം ഒരു പറഞ്ഞ സാറ് പാനിക്ക എന്ന് പറഞ്ഞ ഒരു ദൈവസാന്നിധ്യം ഈ ബന്ധനം ഒഴിഞ്ഞോടെ ബന്ധനം ഒഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് പൈശാചികത വിട്ടുപോകുമ്പോൾ മനുഷ്യരുടെ മുഖത്തൊരു പ്രകാശം ഉണ്ടാകുന്നു. പൈശാചിക വസ്തുക്കളൊക്കെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പോയി കഴിയുമ്പോൾ വീടൊക്കെ എന്തൊരു സ്വർഗമായെന്നാണ്. വെറുപ്പ് വിദ്വേഷമൊക്കെ വിട്ടുപോകും. അത് നമുക്കൊന്നും കളയാൻ ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അത് ഞാൻ എൻ്റെ വണ്ടിയിൽ കയറിപ്പോൾ ഇവർ വിടത്തില്ലവരെന്നെ പറഞ്ഞ് പോകണ്ട, ഒരു 2 ദിവസം ഞങ്ങൾ വേണമെങ്കിൽ ഫ്ലൈറ്റ് വേണമെങ്കിൽ മേടിച്ച് തന്നേക്കാന്ന് പറയാം. പ്രശ്നം അടുത്ത സ്ഥലത്ത് അതുപോലെ നിൽക്കുന്നത്. ഞാൻ പിന്നെ പറഞ്ഞു എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ പോരുമ്പം ഇപ്പോഴവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് എല്ലാം വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതാണ് ബന്ധന വഴിയുക എന്ന് പറയുന്ന സംഭവമാണ്. പലപ്പോഴും നമ്മൾ മാറിപ്പോയി മക്കളെ. നമ്മൾ വചനം വായിക്കുന്നുണ്ടെങ്കിലും വിശ്വസിക്കുന്നില്ല. നമ്മൾ കുർബാന മധ്യേ വചനമെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും വിശ്വസിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വിശ്വസിക്കുന്നില്ല. എല്ലാം അറിയാമെന്ന് പറയുമ്പോഴും നമുക്ക് ഒന്നും അറിയത്തില്ല. നമ്മൾ പണ്ട് ഇത് വായിക്കും, പക്ഷെ പോകുന്ന വഴി വേറെ വഴിക്കാണ്. വചനം വായിക്കും, പ്രാർത്ഥനയൊക്കെ ഭയങ്കര സംഭവമൊക്കെയാണ്. പക്ഷെ അവൻ നടക്കുന്ന വഴി വേറെ വഴിക്കാണ്. വചനം വേറെ വഴിക്ക്, ഇവൻ വേറെ വഴിക്ക്. ഇതൊരു പരിപാടിയുടെ ഭാഗമായിട്ട്, ഇതൊരു പ്രോഗ്രാമിൻ്റെയോ അല്ലെ റിച്വൽസിൻ്റെ ഒരു ഭാഗമായിട്ട്, അല്ലാതെ അത് കഴിയുമ്പോൾ അത് വിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോകുന്നവർക്ക് അതാണ് ഒരു അതിൻ്റെ പൈശാചിക പേടിയാണത്. റിച്വലായിട്ട് നമ്മളൊന്ന് മാറ്റുക. ഇതിൻ്റെ ആ ജീവൻ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ലൈഫ് വിത്തിൻ ദ വേർഡ് ഓഫ് ഗാഡ്, അത് ആ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. 2 കരമെടുത്ത് ഹല്ലേലൂയ, ഒറ്റ വിളി ഹല്ലേലൂയ. പൈശാചിക ബന്ധനം അടിയിട്ട് ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് യേശുവേ സ്തുതിക്കും. ഉച്ചത്തിൽ വരെ നന്നായിട്ട് കടിച്ച് ഉച്ചത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കലും ഒരു മനുഷ്യൻ അച്ഛൻ എനിക്ക് വചനം പഠിക്കണം ഭയങ്കര ആഗ്രഹം വെച്ചോ പറ്റുന്നില്ല, എനിക്കറിയില്ല, വചനം പഠിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ തലയിൽ ആരാ കൈവച്ച് ചോദിച്ചു. ഈ കൈവെപ്പ് പ്രാർത്ഥന ഭയങ്കര സൂക്ഷിച്ചു. കാണുന്നവരില്ലെന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കരുത്. ഞാൻ ഇത് എവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പം പറയും ഇങ്ങനെ യഹോവ സാക്ഷി കൂട്ടായ്മ, ആ കൂട്ടായ്മ, പെന്തക്കോസ്ത് കൂട്ടായ്മ, അത് ഭയങ്കര. ഞാൻ പറയും അത് പലതും പറയാം. അപ്പം ഈശോനെ പറയും ഇനി ഒരു വചനം എനിക്ക് പറഞ്ഞു, ആ വചനം വെച്ചങ്ങ് ബന്ധിക്കാൻ പറഞ്ഞു. ഈ വചനം വെച്ച് ബന്ധിച്ച് കഴിയും. പിറ്റേ ദിവസം തൊട്ടും പറയാം അച്ഛൻ പറയുന്ന വചനം പറഞ്ഞുകൊണ്ടിരിക്കും തന്നെ എനിക്കത് മനപ്പാടമായിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനപ്പാടമായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അവനൊരു 10,000, 4,000 വചനം കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞു. കർത്താവിൻ്റെ വചനം കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Praise the Lord. Hallelujah. Everybody together. Hallelujah. Hallelujah. നമുക്കൊന്ന് നിമിഷം എഴുന്നേറ്റ് കർത്താവിനൊന്ന് സ്തുതിച്ചിട്ട് നമുക്ക് അടുത്തൊരു വചനത്തിലേക്ക് കയറണം. വലിയ കൃപയൊഴിക്കും പലസ്ഥലത്ത് പ്രഘോഷിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. Praise the Lord. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഡൊമിനിക്കച്ചനോട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അപ്പോഴാണ് നമുക്ക് ദൈവാത്മാവിനോട് വലിയ ബന്ധം തോന്നും. നമുക്കറിയാം ഏതാ വഴി ശരിയും തെറ്റും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ പൈശാചിക ബന്ധനത്തിൽ വലിയൊരു മേഖലയത് ആർക്കും അറിഞ്ഞുകൂടെ. ഇത് കെട്ടിക്കടന്നു കഴിഞ്ഞാൽ ആരെന്തേലും അധ്വാനിച്ചാലും പിള്ളേർ പരീക്ഷ എഴുതുന്നപോലെ ഇത് പലരുടെയും കാര്യം. ചില പിള്ളേർ പരീക്ഷ ഭയങ്കര 10-50 പേജ് പേപ്പറുകളെല്ലാം എഴുതി കഴിഞ്ഞ് അവസാനം കൊടുത്തുമാണ് തോറ്റുപോയി. ചോദിച്ചപ്പോൾ ചോദ്യത്തിനല്ല ഉത്തരം എഴുതിയിരിക്കുന്നു. കഷ്ടപ്പെട്ടത് മുഴുവനും നേരെ നഷ്ടക്കട ഒരു കാലഘട്ടം മുഴുവൻ ഗുണമല്ല. പക്ഷെ എന്നൊക്കെ ഇത് ദൈവഹിതത്തിന് ചേർന്നല്ലാരും തോന്നുന്നു. Isaiah 55:9-10 നിങ്ങളുടെ ചിന്തകൾ എൻ്റേതുപോലെയല്ല, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല. ആകാശഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നതുപോലെ എൻ്റെ പദ്ധതികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്ര. ആ ദൈവവചനം അറിയണം, ഹിതം അറിയണത്. ഈ ബന്ധനം ഭയങ്കര ബന്ധനമുണ്ട്. ഇതൊന്നും സൊസൈറ്റി ഇത് പിടിച്ചു കിട്ടിയിരിക്കുക. യുവാക്കൾ, യുവതികൾ, കുട്ടികളൊക്കെ ഈ തിന്മയുടെ പൈശാചിക ശക്തികളുടെ അടിമത്ത് കഴിയുന്ന കാണാൻ പറ്റും. കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ സങ്കടം തോന്നും നമുക്ക്. ഇതുപോലെ ചിലപ്പോൾ ചില കേസുകൾക്ക് വരുമ്പോൾ നമുക്കറിയാം ചെറുപ്പത്തിൽ തന്നെ നശിപ്പിക്കപ്പെട്ടു, അബ്യൂസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അബോർഷനിലേക്ക് പോകുന്നു, 2-3 പ്രാവശ്യമൊക്കെ ചെയ്തു പോകുന്ന ബന്ധനങ്ങൾ ഇത് കാണുമ്പോൾ അതൊരു മദ്യപാനം, ഡ്രഗ്സിൻ്റെ ബന്ധനം. ഇത് പൈശാചിക ആയിരിക്കും. ഇത് അഴിഞ്ഞ് കഴിയുന്നവരോട് ചോദിച്ചാൽ മതി, അവർ പറയും ഇത് പൈശാചിക ബന്ധനം. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ, അവനൊരു 28-29 വയസ്സുണ്ട്, ഡ്രഗ്സ് ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു. മദ്യവും ഡ്രഗ്സും എല്ലാം കൊണ്ട് ബന്ധിക്കപ്പെട്ട് കിടക്കാൻ. അപ്പം അങ്ങനെ പോലീസ് അവനെ പിടിച്ചു. അവൻ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷം അവൻ പുറത്തു വന്നു. പിന്നെ കേസുമായിട്ട് ഇങ്ങനെ നീങ്ങുന്ന കാലഘട്ടം ഒരു 2 വർഷം കൊണ്ട് 2 വർഷം കഴിഞ്ഞാണ് ഈ സംഭവത്തിന്. 2 വർഷം കഴിഞ്ഞാണ് ഞാൻ കാണാനിടയാണ്.
ഇവൻ്റെ അപ്പനമ്മയും ഇവൻ്റെ സഹോദരിയെല്ലാം ഉള്ളപ്പോഴാണ് ഇവർ പറയുന്നുണ്ട്, അച്ഛാ ഇവന് 2 വർഷമായിട്ടും ഇവൻ ഉറങ്ങിയിട്ടില്ല. അവന് ഉറങ്ങും, കണ്ണടച്ച് പിടിക്കും, പക്ഷേ ഉറക്കമൊന്നുമില്ല. ഇങ്ങനെ കണ്ണിങ്ങനെ മിഴിച്ചിരിക്കുകയാണ്. ഈ തെറ്റിൻ്റെ 2 വർഷമായിട്ട്. സത്യമാണ് പറഞ്ഞു. മൊബൈൽ ഫോൺ കണ്ടുപിടിക്കും, സംസാരമൊന്നുമില്ല. ഇങ്ങനെ ഒരു മാനസിക രോഗിയാണ് നമുക്ക് തോന്നി. ചികിത്സയ്ക്ക് പേരൻസ് ഇങ്ങനെ ഇരിക്കുക, വിഷമിച്ചിരിക്കുക. 2 വർഷം അവൻ പറഞ്ഞു 2 വർഷം ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ശരിയാണ്. കാരണം ഇവനെടുത്തും ഈ ഡ്രഗ്സിൻ്റെ ആ ഇമ്പാക്റ്റാണ് അറൗണ്ട് 2 years ആയിട്ട്. അപ്പം ഡ്രഗ്സ് അല്ലത്, ഡ്രഗ്സിലൂടെ പിശാച് കയറിയിരിക്കുന്നു തലേക്കറി. പറഞ്ഞ ആൾക്ക് നമ്മൾ പരിശുദ്ധമോ ഇല്ലെങ്കിൽ നമ്മളെല്ലാം ഉണ്ടല്ലോ. നമ്മളും ഈ ആത്മീയ മക്കളെ കഴിഞ്ഞാൽ ലോകത്തിലൂടെ ചിന്തിക്കുന്നവരെ ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നത്. പരിശുദ്ധ ദൈവവചനം ധ്യാനിക്കുന്നവർ പോലും ലോകം ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേറെ റൂട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ അവരുടെ ആത്മാവ് അതിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. വേറെ അനദർ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കാണാൻ പറ്റുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കറിയാവുന്നൊരു അപ്പനമ്മയുണ്ട്. അവരുടെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ഇവനോട് കാര്യം പറഞ്ഞു. ഇവനെ കാണിച്ചിരിക്കും, ഇവനെ കൂടെ കാണാൻ വേണ്ടിയാണ് അവൻ്റെ വീട്ടിൽ പോയത്. അപ്പം ഇവൻ്റെ തലയെ വെച്ചൊരു കുരിശ് വരച്ചിട്ടപ്പോഴത്തേക്കും പൊട്ടുകൂന്ന് താട്ടും വീണവൻ അനമ്പളം തെളിച്ച് പ്രാർത്ഥിച്ച് കുഴപ്പമില്ല ശരിയായിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അന്നാണ് അവൻ 2 വർഷം കഴിഞ്ഞ് ഉറങ്ങുന്നു. പ്രസലോഷ് ആദ്യമായിട്ട് ഉറങ്ങുവാണ്. ഇവൻ്റെ തലയിലൊന്ന് ബന്ധനം അടിച്ചിട്ട് പോയിട്ട് ഇപ്പം 4 കേസ് നോക്കി ഫ്രീ ആയി. അവനിപ്പം പഠിക്കാൻ തുടങ്ങി. ഇപ്പം നല്ല മിടുക്കുന്ന ഒരു കംപ്ലീറ്റ് പുതിയൊരു വ്യക്തി. ഇവൻ്റെ കൂട്ടുകാരോട് ഇത് വരുന്ന വഴികളാണെന്ന് അറിഞ്ഞിരിക്കണം. അതേക്കുറിച്ച് നാളെ ഞാൻ പറയും. ഇന്ന് എനിക്ക് സമയത്തിൻ്റെ പരിമിതി ഉണ്ട്. അത് എങ്ങനെയാണ് ഈ ഡിമോണിക് സ്പിരിറ്റ് വരുന്നത് എന്നുള്ളത് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച കാര്യം ഞാൻ പറയും. ഇതെങ്ങനെയാണ്? അപ്പോൾ എവിടെയെല്ലാം നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ എവിടെയെല്ലാം ശ്രദ്ധിക്കണം. ഒരുപാട് അവിടെ നിങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ എറണാകുളത്തേക്കുള്ള നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെടും. ജോലിക്ക് പോകുന്നു, പണി ചെയ്യുന്നു, കഷ്ടപ്പാടുന്നു. പക്ഷെ നോക്കുമ്പോൾ എല്ലാം കരച്ചിലും പിഴിച്ചിലും രോഗവും തകർച്ചയും പ്രശ്നങ്ങളും. അത് ഇവിടുന്ന് ഇപ്പം അമേരിക്കയിലോട്ട് യൂറോപ്പിലോട്ടൊക്കെ ഇഷ്ടം പോലെ. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂറോപ്പിൽ ശുശ്രൂഷ ചെയ്യുന്നയാളാണ്. അവിടെ ഞാൻ കാണുന്നുണ്ട് ജർമ്മനിലൊക്കെ ഇഷ്ടം എല്ലാം തകരുകയാണ് ചെറുപ്പക്കാർ. കാരണം പൈസാസിട്ട് ഇവർ ഗൈഡ് ചെയ്ത് ഇവിടെ ബുദ്ധി ഭയങ്കര എല്ലാ എഞ്ചിനീയേഴ്സും എല്ലാം കഴിഞ്ഞ ഒരു ഫാമിലി. അവൾ ഇവിടെ കേരളത്തിലൊരു കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസറായിരുന്നു. അവനും അതുപോലെ നല്ല പ്രൊഫസർ. ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ എല്ലാം കളഞ്ഞ് ജോലിയെടുത്ത് അവിടെ വന്നു. ഇപ്പം വിസയും പോയി. മുഴുവൻ പ്രശ്നം, കടബാധ്യത, മുഴുവൻ തകർച്ച, മുഴുവൻ കയ്യിലും. പിശാചിന് വലിയ സഭ, നിന്റെ കയ്യിലിരിക്കുന്ന മുഴുവൻ പൈസയും അവൻ കൊണ്ടുപോകും. അത് പോയി കഴിയുമ്പോൾ കണ്ണു തുറക്കുള്ളൂ. കണ്ണു നമ്മൾ ഈ ബന്ധനമുള്ളതുകൊണ്ട് അപ്പോഴൊന്ന് ഞാൻ എനിക്ക് സങ്കടം തോന്നിയ കുഞ്ഞുങ്ങൾ അവരുടെ അവസ്ഥ കണ്ടിട്ട് മരണത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ് അവർ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഒറ്റ നിമിഷം അറിയാം അവന് പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളില്ല. അവനെ കൊണ്ടുവന്ന് പിശാചാണ്. വർഷങ്ങൾ കാര്യം ബുദ്ധിജീവിയാണ്. ഒരു കൊണ്ടുവന്നാണ്. മദ്യപാനമൊന്നുമില്ല, അങ്ങനെ ദുശീലങ്ങളൊന്നുമില്ല. പക്ഷേ സ്പിരിറ്റ് വേറെ കൊണ്ടുപോകുന്നു. അവൻ്റെ ഗൈഡ് ചെയ്യുന്ന കൂടെ സ്പിരിറ്റ് അല്ല, ആ കുടുംബത്തെ കൊണ്ടൊന്നുമല്ല. വിദേശ രാജ്യക്ക് പോകുന്ന പല കുടുംബങ്ങളും തീർന്നു പോകും, തകർന്നു പോകുന്ന കാണാൻ പറ്റും. ഒക്കെ സ്പിരിറ്റ് അല്ല. ഈ പൈസാശക്തി കൊണ്ടുപോകുമ്പോൾ നമ്മൾ അറിയില്ല. അവിടെ കൊണ്ട് വലിച്ചുകൊണ്ട് പോകും. പോയി നമുക്കെല്ലാം തരാം, അത് തരാം, ഇത് തരാം, അവിടെ തരാം, ഇത് വീട് തരാം, കുടുംബം തരാം. പക്ഷേ അതൊരു വലിയ പ്രശ്നത്തിൽപ്പെട്ട് ബന്ധനത്തിൽപ്പെട്ട് പോകുന്ന കാണാൻ പറ്റും. 2 കരങ്ങൾ പറഞ്ഞു ഹല്ലേലൂയ. അവർക്ക് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. യേശുവേ എനിക്ക് തിരുസഭയിൽ ആളുകളിൽ ആദ്യ പെന്തക്കോസ്താനുഭവത്തിന് വേണ്ടി കരവൊരുക്കിക്കൂടെ ഉയർത്തണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോസ്തലപ്രവർത്തനം 2:1-4 ഒരു അനോയിന്റിങ് സഭാമക്കളുടെ മേൽ വീണില്ലെങ്കിൽ ഈ തിന്മയുടെ ശക്തികളെല്ലാം പരിശുദ്ധാത്മാവെന്നോർത്തുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ചിന്തകളൊക്കെ ശരിയാണ്. നമ്മൾ കരുതും നമ്മളെല്ലാം എത്തുമെന്ന് പറഞ്ഞിട്ട് പോകും. എത്തത്തൊന്നുമില്ല. ഇതൊക്കെ പോയിട്ട് കുറച്ച് നിന്ന് പോകും. എല്ലായിടത്തും പ്രശ്നങ്ങൾ വരും. ഈ പൈശാചിയെ പോയി അഴിയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അത് നമ്മുടെ ഉള്ളിൽ എല്ലായിടത്തെയും പ്രശ്നം ഇതാണ്. ഡിമോണിക് സ്പിരിറ്റ് എന്നുള്ള കാഴ്ചക്കുറിച്ച് ഇത് നമ്മൾ വിസിബിളായ റിയാലിറ്റീസിനേക്കാളും കൂടുതൽ ഇൻവിസിബിൾ റിയാലിറ്റീസാണ് പ്രശ്നം. വിസിബിളായിട്ടുള്ള റിയാലിറ്റീസിനേക്കാളും 10,000 മടങ്ങുള്ളത് ഇൻവിസിബിൾ റിയാലിറ്റീസാണ്. അതിന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. യേശുവിനോട് ചേർന്ന് കർത്താവിൻ്റെ തിരുക്കുരിശിനോടും ഈശോയുടെ തിരുരക്തത്തോടും തിരുസഭയോടും പരിശുദ്ധ കുർബാനയോടും ഉദാശയോടും ദൈവവചനത്തോടും ഒക്കെ ചേർന്ന് ജീവിച്ച് പോയ 10 പ്രമാണം വളരെ പ്രധാനപ്പെട്ട 10 കമാൻഡ്മെൻറ്റ്സ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ തരണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ സമയം വചനം തരുന്നവർ തരാം. പക്ഷേ നിങ്ങൾ കുറച്ച് കാര്യം പറയാതെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. പെട്ടെന്ന് വിഷയത്തോട്ട് കയറിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ഈ വചനം പറയുന്നത് എന്നതിൻ്റെ കാരണം പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഞാൻ ഇത് പഠിപ്പിക്കാൻ വന്നല്ല. ഇതൊരു കാരണമുണ്ട്. ഒരു റീസൺ കാര്യം. എന്തുകൊണ്ടാണ് ഇത് പാലിക്കണമെന്ന് പറഞ്ഞാൽ കർശനമായിട്ട് ആളുകൾ പലതും പറയും. സൊസൈറ്റി പറഞ്ഞ് വിശ്വസിക്കില്ല. ഈ ബൈബിളിലെ വെളിപാടുകളെ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. ദൈവവചനത്തെ മാത്രമേ വിശ്വസിക്കാം. അല്ലെങ്കിൽ നമുക്ക് സൊസൈറ്റി നമ്മൾ തകർന്ന സൊസൈറ്റിക്ക് ആർക്കും എന്നെ അറിയാവുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞവരുണ്ടെങ്കിലല്ലേ അത് പറ്റുള്ളൂ. അവർ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് അവസാനം പോയി നമ്മൾ വലിയ കുഴിപ്പോയി വീഴില്ലേ. പാപചെല്ലുന്നിടം പാതാളമാണ്.
അങ്ങനെയുള്ളവൻ്റെ കൂടെ പോയാൽ നമ്മളും വലിയ പാതാളത്തിലേക്ക് പോകും, അല്ല വേറൊന്നും പോകുന്നില്ല. തിന്മയുടെ ഫലം തിന്മയല്ലാതെ നന്മയാവുന്നില്ല. വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഒറ്റവിളി ഹല്ലേലൂയ. രണ്ട് കടുത്ത് പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ സ്തുതിച്ച് യേശുവേ എന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആരാധന. ഉറക്കെ സ്തുതിക്കട്ടെ യേശുവേ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഉറക്കെ സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരോട് പറഞ്ഞു ഹല്ലേലൂയ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് പെട്ടെന്ന് ഇങ്ങനെ തലവേദന കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെയും കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ തലയ്ക്കകത്തുനിന്ന് ട്യൂമറും എന്തൊരു ഫെസ്റ്റുല എല്ലാം കൊണ്ട് കയറി പിടിച്ചിട്ടുണ്ട്, ബ്ലീഡിങ് അകത്തുണ്ടെന്ന് അറിഞ്ഞു. ഉടനെ ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ കേരളത്തിലേക്ക് വിട്ടു അവനെ. പക്ഷേ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു എമർജൻസി ആയിട്ട് അവൻ്റെ തലയ്ക്ക് മേജർ ഓപ്പറേഷൻ വേണം. അപ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു മരുന്ന് വേണം, അത് എൻ്റെ US-ൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യപ്പെടണം. അപ്പോൾ അതിനൊരു 1 week 2 weeks സമയം തന്നു. ആ സമയത്ത് ഇവൻ്റെ വീട്ടിൽ കൊണ്ട് നനക്കാതെ കിടത്തിക്കോണമെന്ന് പറഞ്ഞു. എനിക്കൊത്തിരി സങ്കടമായി, കാരണം അവൻ്റെ 30 വയസ്സോളം പ്രായമുള്ളൂ, നമ്മുടെ കൂടെ ഉണ്ട്, നല്ലൊരു ആക്റ്റീവ് ഒരു കൊച്ചായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു രോഗം വന്നു, അവൻ ടയേർഡായി, വലിയ പ്രശ്നത്തിലെ. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് നീ അവൻ്റെ വീട്ടിൽ വരെ പോയിട്ട് ആ വീടൊന്ന് ബന്ധിക്കാൻ പറയും, ഈ പൈസാസി വീട് ബന്ധിക്കും. പോകുന്ന വഴിക്ക് ഞാൻ അന്ന് 2 കാര്യം പറഞ്ഞു, 2 കാര്യം വെച്ച് ബന്ധിക്കും. ഒന്ന്, മന്ത്രവാദം കൂടുതൽ ക്ഷുദ്രവിദ്യ. ആ വീട്ടുകാർ അങ്ങനെയൊന്നും ഇല്ലോട്ടോ, അവർ നല്ല ട്രഡീഷണലി നല്ല സ്ട്രിക്റ്റായിട്ട് വിശ്വാസം വചനം പാലിക്കുന്ന കുടുംബം. അപ്പോൾ രണ്ടാമതിനോട് പറഞ്ഞു 6-ാം പ്രമാണ മേഖല പൈശാചിക ബന്ധനമുണ്ട്. അത് എനിക്കിവരെ അറിയാവുന്നതാണ്, ഹോളിയായിട്ട് ജീവിക്കുന്ന കുടുംബം, നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന നല്ല പുണ്യപ്പെട്ട കുടുംബം. ഒരു നെഗറ്റീവ് ഒന്നും നമുക്ക് തോന്നില്ല, ഒരു കറക്റ്റാണ്. അപ്പം ഞാൻ നേരെ വണ്ടി എടുത്ത് ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ തന്നെ പാടെ അപ്പനും അമ്മയും ഇവരെല്ലാം അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ 2 കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? ഉടനെ അപ്പം കയറും, അച്ഛാ ഇതിന് ചുറ്റും ഇങ്ങനെയുള്ള ഇത്തരം ആളുകളുണ്ട്, ഈ പറഞ്ഞ 2 മേഖലയിൽപ്പെട്ടവരും ഇതിന് ചുറ്റുമുണ്ട് അച്ഛാ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഈശോയോട് പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ആദ്യം അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ അവസാനമാണ് ഇവൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ബോധം കെട്ട് വീഴുന്നുണ്ട്. 5-10-15 പ്രാവശ്യം പ്രാർത്ഥിക്കണം. അതൊരു പൈസ എല്ലാ മേഖല ഈശോയ്ക്ക് പറഞ്ഞു കൊടുക്കണം. വേറെ നിൽക്കുകയാണ് പ്രാർത്ഥിക്കണം. എന്നും പള്ളി പോകുന്ന സഭയോടും ബലികൂടത്തോടും അഭിയാരിച്ചിനോടും എല്ലാം നല്ല ബന്ധമുള്ള ദൈവാനുഗ്രഹമുള്ള ഒത്തിരി നല്ലൊരു കുടുംബം. അപ്പോൾ ഈ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഇവൻ്റെ മുഖമൊക്കെ മാറി. അതിന് പ്രാർത്ഥിച്ചപ്പോൾ എന്തൊരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പറേഷൻ വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഡോക്ടറെ തീരുമാനിക്കേണ്ടത് ഞാനല്ല, പോയി ചെക്കപ്പ് ചെയ്യണം. ചെക്കപ്പ് ചെയ്തിട്ട് ഡോക്ടർ പറയട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഒപ്പീനിയനും കൊടുത്തോളാം പറഞ്ഞു, വേറെ ഹോസ്പിറ്റലിൽ വിട്ടോളാം. അപ്പം ഞാൻ വേറെ ഹോസ്പിറ്റലോട് റെഫർ ചെയ്തു. എൻ്റെ സ്നേഹിതരായ ഡോക്ടർമാരെ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അവർ ഇവൻ്റെ റിപ്പോർട്ടെല്ലാം കണ്ടപാട് പറഞ്ഞു അച്ഛാ വളരെ എമർജൻസി കേസാണ് ഇത്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കൊച്ചു മിക്കവാറും മരിച്ചു അല്ലെങ്കിൽ പാരലൈസ്ഡ് ആകുമെന്ന് പറഞ്ഞു, ഇവന് തലച്ചോറിനകത്ത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം, ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ ഒരു റിപ്പോർട്ട് കണ്ടിട്ടാണ് പറയുന്നത്, അല്ലാതെ ഇവനെ പരിശോധിച്ചിട്ടല്ല അവർ പറഞ്ഞത്. പഴയ റിപ്പോർട്ട് വെച്ചാണ് പറയുന്നത് ഡു ആസ് ഏർലി ആസ് പോസിബിൾ ഈ ഓപ്പറേഷൻ നടത്തണം, റിമൂവിങ് ഓൾ ദോസ് തിങ്സ്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഇവനെ കൊണ്ടുപോയി ആശുപത്രി കയറ്റി, ഇവർ ഓപ്പറേഷന് വേണ്ടി ഇവന് കയറ്റി അകത്ത് കയറ്റി അനസ്തേഷ്യ കൊടുത്തുകൊണ്ട് 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷനാണ്. 8-9 മണിക്കൂർ നീണ്ടിരിക്കും. ലോങ് വാൻ, വലിയൊരു ഹെവി ഒരു മേജർ ഓപ്പറേഷനാണ്. കയറ്റി അനസ്തേഷ്യ കൊടുത്ത് ഉറക്കി. അതിനുശേഷം ഇവർ ഓപ്പറേഷൻ്റെ പ്രൊസീഡിങ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവർ ഒന്നും കൂടെ ഈ തലയിലുള്ള ഇതിൻ്റെ പൊസിഷൻസ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ എവിടെയാണ് എല്ലാം ചെയ്യേണ്ടതെന്ന് ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്. സ്കാനിങ് എന്തൊരു ഒരു പ്രൊസീഡിങ് നടത്തിയപ്പോൾ നോക്കുമ്പോൾ അങ്ങനെയൊരു തലച്ചോറിൽ അങ്ങനെ ട്യൂമറും കാണാനില്ല, അങ്ങനെയുള്ള ഫിക്സ്റ്റുലയും കാണാനില്ല, കംപ്ലീറ്റ് ഡിലീറ്റഡ് ആയിട്ട് കാണുകയാണ്. ഉടനെ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിന് വാതിൽ തുറന്നിട്ട് അപ്പനോട് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞേരെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചെന്ന് പറഞ്ഞേരെ, അവരുടെ തലയിൽ സാധനമൊന്നും കാണുന്നില്ല. കൂടുതൽ ഡോക്ടേഴ്സ് എല്ലാം നോക്കിയിട്ട് സംഭവം കാണാനില്ല. ഇവർ അനസ്തേഷ്യ കൊടുത്തുകൊണ്ട് അന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയവനും പ്രസലോ. രണ്ട് പിന്നെ എഴുന്നേറ്റ് അവനങ്ങ് പോരുകയാണ് പ്രസലോ. ഇപ്പം അവന് ദുബൈയിൽ അവന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക പ്രസലോ. അവൻ ഭാര്യയും മക്കളൊക്കെ വലിയ ദൈവാനുഗ്രഹം കൊണ്ട് കർത്താവിന് വലിയ കൃപ കൊണ്ടുപോയി പ്രസലോ. മരിച്ചുപോയെന്നേ അല്ലേ, അത്ര സീരിയസ് ആയി കേസ്. ഇതാണ് ഞാനിത് പറഞ്ഞത്. ഈ പൈശാചിക മേഖല എന്ന് പറയുന്ന സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്ന മേഖലയല്ലത്. ഇതിപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ഇന്നത്തെ മുഴുവൻ മീഡിയകളും ഇത് മുഴുവൻ ബന്ധനമുണ്ട് കേട്ടോ. സൂക്ഷിച്ചില്ലേ പണി കിട്ടും. അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മാത്രമേ അത് പൈശാചിക ബന്ധനമുണ്ട്. നമ്മൾ വിഷങ്ങളുണ്ട്, മുഴുവൻ വിഷങ്ങൾ. ഡിപ്രസീവ് മൂഡാണ് കൊടുക്കാൻ പോകുന്നത്, അത് ഡിപ്രഷൻ കൊടുക്കും എല്ലാം വരും.
ഇതൊരു നമ്മൾ ശരിക്കും വചനത്തിൽ വിശ്വസിക്കുന്ന ശരിക്കും തിരുസഭയുണ്ടല്ലോ. ഈ മോശ ഇങ്ങനെ ഇസ്രായേൽ ജനത്തെയും കൂട്ടിക്കൊണ്ട് പോകുമ്പം ഈ ചെങ്കടലിൽ കിടക്കുമ്പോൾ ഇവരിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു തപ്പുകളൊക്കെ എടുത്ത് അവർ പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിച്ച് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നൊരു ദൈവജനമാണ്. അവൻ്റെ ഒരു ഹാപ്പിനെസ്സിൽ പോകുന്നില്ല. അപ്പം ആദ്യം സഭ നോക്കി അവരൊരുമിച്ചോടി ഇങ്ങനെ ആനന്ദിക്കുന്നത്. അത് അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ഭയങ്കര അവർ പരിശുദ്ധാനാമാണ് അവർ നയിക്കുന്നത്, അല്ലാതെ ലോകാരൂപിയല്ല നയിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ കണ്ടുമുട്ടി ഒരു നിരാശ കയറി പിടിക്കുന്നതാണ്. സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ, ഒരു ഡെസ്പയർ, ഒരു ഭയങ്കരമായിട്ട് തളർന്നു പോകുന്ന മനസ്സ് തളർന്ന്, പിന്നെ ഓവർ വർക്ക്, ഇതെല്ലാം ഇതൊന്നും അവസാനം ഇതൊന്നും നേടാൻ പോകുന്നില്ല. എല്ലാ പടിയും കഴിയുമ്പോഴത്തേക്കും രോഗിയായിട്ട് ഏതെങ്കിലും മൂലയിലും മുക്കില ഇരിക്കുന്നല്ലാതെ ഇവരുടെ മക്കളെ ഒന്നും കൈ കിട്ടത്തൊന്നുമില്ല. കിട്ടണമെന്നുണ്ടെങ്കിൽ പൈശാചിക ബന്ധനം വന്നാൽ മതി. ആ ബന്ധന കുഞ്ഞുങ്ങളുടെ എത്ര മിടുക്കനായാലും മിടുക്കിയായാലും ചിലപ്പോൾ നാളെ അത് വേറെ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ അതോടെ തീർന്നു പോകുന്നത് കാണാൻ പറ്റും. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ മറ്റൊന്നുമല്ല, നിങ്ങൾ ഒന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഇന്ന് ശുശ്രൂഷയുടെ ഇതിന്ന് 2ാം ധ്യാന ദിവസത്തെ ഞാനവിടെ നാളെ മുതലാണ് ഞാൻ പ്രധാനപ്പെട്ട വചനങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെല്ലാം നാളെ ഇനിയുള്ള 3 ദിവസത്തേക്ക് കൂട്ടിക്കൊണ്ട് പോരണം. പ്രൈസ് ഞാൻ വളരെ വചനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇവിടെ പ്രത്യേക ഡെലിവറൻസ് പ്രയർ കാണും. ഇവിടെ ധ്യാനിക്കുന്നവർക്ക് വേണ്ടി ഇത് അവസാനം ഒരു വലിയൊരു വെഞ്ചരിപ്പ് പ്രാർത്ഥന കാണും. ഈ ദേശത്തുള്ള ആളുകളുടെ വീട്ടിൽ ഇവിടുന്ന് ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിക്കും. പക്ഷേ ആ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരാളെങ്കിലും ഈ സ്ഥലത്ത് ഉണ്ടായിരിക്കണം. ഈ 3 ദിവസങ്ങളും പ്രാർത്ഥിക്കാനുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ എന്നാ ജോലിയും തിരക്കൊക്കെ മാറ്റി വെച്ചെങ്കിൽ പോരുക. അതൊന്നും വലിയ കാര്യം. നമ്മളിപ്പോൾ ജോലി ചെയ്യാതെ ചിലപ്പോൾ നമ്മൾ അവനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അവനെ പിശാചിനെ വളർത്തുന്ന ജോലിയിലായിരിക്കും നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ മാറി നമുക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ പകരം ഞാൻ ആളുകൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, രോഗികളില്ല പൈശാചിക പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ദിവസവും നാളെ ഇനിയും ഉണ്ടാകും. നാളെ രാവിലെ ഒരു 11 മണി തൊട്ട് കുറച്ച് ഒത്തിരി പേരെ എനിക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവരെങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റും. ഒത്തിരി തിരക്ക് വന്നാലും എനിക്ക് എല്ലാം ഓടിച്ച് തീർക്കാൻ പറ്റത്തില്ല. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൺട്രോൾ ചെയ്തേക്കണം. ചില സമയം എടുത്ത് എനിക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയായിരിക്കും നമ്മൾ ക്രമീകരിക്കുക കാര്യങ്ങളില്ല. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ജേസൺ സഹോദരൻ നിങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയാൽ വരാവുള്ളൂ. ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ നാളെ എനിക്ക് വേണ്ടി പ്രാർത്ഥന, എൻ്റെ കഴിവൊന്നും ഇല്ലോട്ടോ, ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, എല്ലാം ദൈവത്തിൻ്റെ കരുണ. ദൈവം സഹായിച്ചാൽ നമുക്കൊരു സമാധാനത്തിൻ്റെ നാളുകൾ ദൈവം നമുക്ക് തരും. പ്രൈസ് ഹല്ലേലൂയ. ഒരാൾക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അടയാളം ഉണ്ടാവണം, യാതൊരു നിർബന്ധമില്ല. നല്ല പൈശാചിക ബന്ധനമുള്ള വ്യക്തികൾക്ക് അടയാളം ഉണ്ടാകില്ല. പൈശാചിക സ്ട്രോങ് ആണെങ്കിൽ അവിടെ ഇങ്ങനെ ബലപ്രയോഗം പിടിച്ചിങ്ങനെ നിൽക്കും ഞാൻ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ കല്ല് പോലെ നിൽക്കും. അതിന് പല ധ്യാനം കൂടിക്കഴിയുമ്പോഴാണ് ഈ സാധനത്ത് വിട്ട് അഴിഞ്ഞഴിഞ്ഞ് പോകുന്നത് കാണാൻ പറ്റും. അത് ശരിക്കും പോയി കഴിയുമ്പോൾ അവർക്കറിയാം അവർ ബോഡിയിൽ തന്നെ, ബോഡിയിലല്ല ശരീരത്തിലല്ല വരുന്നത്, നമ്മുടെ കുടുംബത്തിൽ തന്നെ അത് മാറ്റം വരും. നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ കോൺസെപ്റ്റ്സ് മാറും, നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ആഗ്രഹങ്ങളും മാറും. ലോകത്തിൽ നിന്നുള്ള ദൈവത്തോട് കൂടെ ആഗ്രഹമാകും. നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് റീസണിങ് ഉണ്ടാകും, നമ്മൾ പഠിക്കുന്നിടത്ത് റീസണിങ് ഉണ്ടാകും. നമുക്ക് നല്ല വിവേകം, ബുദ്ധി, നല്ല തെളിഞ്ഞ ബുദ്ധി കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് നഷ്ടം വരില്ല. നമുക്ക് ലാഭം എന്തിലിറങ്ങിയാലും ഒരു ദൈവിക ജ്ഞാനം നമ്മൾ നയിക്കുന്നത് കാണാൻ പറ്റും. അല്ലാതെ നമ്മൾ കുറേ നാൾ കുറേ അധ്വാനിച്ച് അവസാനം അത് മുഴുവൻ പോയി. പിന്നെ കുറച്ച് നാൾ വേറെ കുറേ അധ്വാനിച്ച് അത് കുറച്ച് നാൾ പോയി. കുറച്ച് നാൾ ഒരു ബിസിനസ് തുടങ്ങി അവസാനം അത് പോയി. ഒരു വണ്ടി മേടിച്ചാൽ കുറച്ച് അത് പോയി. കുറച്ച് പഠിപ്പിച്ചെടുത്ത് അവസാനം ഈ പഠിത്തം കൊണ്ട് ഒരു കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ യൂറോപ്പിൽ ചെല്ലുമ്പോൾ എത്രയോ കുട്ടികൾ എൻ്റെ അടുത്ത് അച്ഛൻ ഡോക്ടറേറ്റ് എല്ലാം കഴിഞ്ഞു, ജോലിയൊന്നുമില്ല. പിന്നെ എന്താ കൊള്ളാം, ഡോക്ടറേറ്റ് കത്തിച്ച് കളഞ്ഞിട്ട് വേറെ വല്ല പണിക്ക് പോകും, അതല്ലേ ഉള്ളൂ. ഇതെല്ലാം ഒരുപാട് പഠിക്കുന്നു, പഠിത്തെല്ലാം കഴിഞ്ഞ് അവസാനം ജോലിയില്ല, ഇതില്ല, ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയെ. അപ്പോൾ ഇത് ഒന്നും കാരണം റീസണിങ് ഇല്ല. ഒറിജിനൽ റീസണിങ്, ആ റീസൺ അത് നമ്മൾ നിലനിൽക്കുന്ന റീസണിങ് അത് ഈ ലോകത്തിലെ പ്രൊഫസർമാർക്കോ ഈ മീഡിയകൾക്കൊന്നും തരാൻ പറ്റത്തില്ല. ആ പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ തന്നാൽ മാത്രമേ നമുക്ക് വഴി കിട്ടുകയുള്ളൂ. മോശയ്ക്ക് ഒരു പരിശുദ്ധാത്മാവിന് റീസണിങ് കൊടുക്കുമ്പോൾ തേനും പാലും മുഴുവൻ ആനന്ദേശം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ നയിക്കുമ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഫസ്റ്റ് 1ാം സ്റ്റെപ്പ്, 2nd സ്റ്റെപ്പ്, 3rd സ്റ്റെപ്പ് എല്ലാം കറക്റ്റാണ്, മൂവിങ് കറക്റ്റാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് കാണാൻ പറ്റും. ആ ഒരു ദർശനം അത് ഇസ്രായേൽ ജനത്തിന്റെ കൂടെയുള്ളവർക്ക് പോലും ഇല്ലായിരുന്നു, മോശയ്ക്ക് മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ്. ആ ദർശനം കിട്ടുന്നത് പുസ്തകത്തിലൂടെയോ കോളേജിലൂടെയോ പ്രൊഫസർമാരോ അല്ലെങ്കിൽ വായനോട് മീഡിയയിലൂടെ കിട്ടില്ല, ഉള്ളം കൂടെ പോവുള്ളൂ. കിട്ടുന്നത് ദൈവത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോർവേഡായിട്ട് ധ്യാനിക്കാനും ചിന്തിക്കാനും പറ്റുള്ളൂ. പ്രൈസ്. അല്ലെങ്കിൽ ആ ഫോർവേഡായിട്ട് കിട്ടത്തില്ല. നമ്മൾ ഫോർവേഡെന്ന് പറയും, വെറുതെ പറയും, കുറച്ച് കഴിയുമ്പോൾ അവനെ ഏറ്റവും പുറകെ കാണാം. പ്രൈസ്. 2 കരമെടുത്ത് പറഞ്ഞു ഹല്ലേലൂയ. ഒറ്റ വിളി യേശുവേ എന്ന് വിളിച്ച മക്കളെ ഒരിക്കൽ കൂടെ യേശുവേ എന്ന് വിളിച്ച് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരൻ ഈശോയ്ക്ക്
നൽകുന്ന അറിയിപ്പ് ശ്രദ്ധിച്ചു കേൾക്കുന്നു. തുടർന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് അറിയിപ്പ് ശ്രദ്ധിച്ചു കേൾക്കുക. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകം സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. എല്ലാവരും യേശു ആരാധിക്കുന്ന ആരാധന ആരാധന. ഒറ്റകൾ യേശുവേ കരമുയർത്തി സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ ആരാധന ആരാധന ആരാധന. നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ കൈകൾ അടിച്ചു പാടി നമുക്ക് യേശു ആരാധിക്കാം. എല്ലാവരും എന്നിട്ട് കൈയടിച്ച് പാടുന്നു. ഈ കുർബാനയുടെ ഈശോയെ നമുക്ക് മാലാഹമാരോടും വിശുദ്ധരോടും രക്തസാക്ഷികളോടും ചേർന്ന് നമുക്ക് ആരാധിക്കാം. അപ്പോസ്തലപ്രവർത്തനം 16, 25, 26. അർദ്ധരാത്രിയോടത്ത് പൗലോസ് സീലാസ് കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലും തുറക്കപ്പെട്ടു. എല്ലാവരും ചങ്ങല അടിഞ്ഞു വീണു. ഈ സമയത്ത് ഈശോയെ ആരാധിക്കുന്ന ഉച്ചിതനായ ഈശോയെ, കുർബാനയിലുള്ള ഉച്ചിതനായ ഈശോയെ അനുഭവിച്ചറിഞ്ഞ് ആരാധിക്കുന്ന എല്ലാ മക്കളുടെയും ബന്ധനടിഞ്ഞോട്ട് ഈശോ കർത്താവാണെന്നും ദൈവമാണെന്നും ജീവിക്കുന്നവനാണെന്നും ഉച്ചിതനാണെന്നും പാപമോചകനാണെന്നും രക്ഷകനാണെന്നും ഏറ്റു പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്ന മക്കളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് പൈശാചിക ശക്തികൾ വിട്ടുപോകട്ടെ. ഒറ്റ ഈശോയെ വിളിക്കുന്ന ഭയടിച്ചു പാടാം, ഭയടിച്ചു പാടാം. ദൈവമക്കൾ പാടുന്നു, നന്നായി ചേർന്ന് പാടുന്നു, കൈകൾ കൊട്ടി പാടുന്നു, ആഹ്ലാദത്താൽ പാടുന്നു, ആനന്ദത്താൽ പാടുന്നു. ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. കരമുടിയത്ത് യേശുവേ എന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ ആരാധന സ്തുതിക്കുന്നു. കൈകളടിച്ച് പാടാം. കരമുടിയത്തെ അടിച്ച് ഈശോ ലോകരക്ഷകനേശുവേ, വേഗരക്ഷകനേശുവേ, പാപമോചകനേശുവേ, സൗഖ്യദായകനേശുവേ, കാരുണ്യത്തിൻ നിറകുടമേ, ഹല്ലേലൂയ ഹോശാന, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. കരമുടിയത്ത് യേശുവേ എന്ന് വിളിക്കുന്ന കൈകളടിച്ച് കരമുടിയത്തി അടിച്ച് പോരാ ഉച്ചത്തില് ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. യേശുനാമത്തിൽ യേശുരക്തത്താൽ, യേശുനാമത്തിൽ യേശുരക്തത്താൽ അടിമച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ അടിമച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റവിളി ഈശോ വിളിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരം ഉയർത്തി യേശുവേ എന്ന് വിളിക്കണം. കൈയടിച്ചു പാടാം. കരം കൂടി ഉയർത്തി അടിച്ചു. അഭിഷേകത്തരം ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ഒറ്റ വിളിച്ചോ. കൈകളടിച്ചു പാടാം. പോരാ, നന്നായിട്ട് അടിച്ച് പരകുളിയത്തി അടിച്ച്. ആത്മാവാൻ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാൻ ദൈവമേ വരണേ, പഠിക്കേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാൻ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പഠിക്കേ, ആത്മാവാൻ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒറ്റ വിളിച്ചോ. ഹല്ലേലൂയ, ആരാധന സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന. കൈകളടിച്ചു പാടാം. കരകുളിയർത്തി അടിച്ച് anointing, deliverance, deliverance നിയമത്തിൽ തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പാപമെല്ലാം മാറിയിടട്ടെ, അശുദ്ധിയെല്ലാം നീങ്ങിയിടട്ടെ. പാപമെല്ലാം മാറിയിടട്ടെ, അശുദ്ധിയെല്ലാം നീങ്ങിയിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണ. പഠിക്കേ ഉച്ചത്തില്. തിരുക്കരത്താൽ എല്ലാവരും താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. രോഗമെല്ലാം മാറിയിടട്ടെ, ബന്ധനങ്ങൾ പടിഞ്ഞിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, ബന്ധനങ്ങൾ പടിഞ്ഞിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ. ഒറ്റ വിളിച്ചോ വിളിക്കുന്നത്. ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന രോഗപീഠ പശ്ചാത്തലം ബന്ധിക്കുന്ന ബഹിഷ്കരണം, ബന്ധിക്കുന്ന ബഹിഷ്കരണം, യേശുനാമത്തിൽ ബന്ധിക്കുന്നു.
ഈ ദേശത്തിന്റെ മേൽ ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന, ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന മുഴുവൻ തിന്മയുടെ ശക്തികളെയും യേശുക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കൈകളടിച്ച് ശക്തിയോടെ കഴിച്ച്, കരകുളിയാട്ടി കഴിച്ച് പൗർണാഞ്ഞു. യേശുനാഥ, ദൈവപുത്ര, സർവശക്ത നിത്യപിതാവേ, യേശുനാഥ, ദൈവപുത്ര, സർവശക്ത നിത്യപിതാവേ, യേശുനാഥ, ദൈവപുത്ര, സർവശക്ത നിത്യപിതാവേ, യേശുനാഥ, ദൈവപുത്ര, സർവശക്ത നിത്യപിതാവേ. ഒറ്റ വിളിച്ചോ, ദൈവപുത്ര, സർവശക്ത നിത്യപിതാവേ, ദൈവപുത്ര, സർവശക്ത നിത്യപിതാവേ. ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ അടിമ ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ അടിമ ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ രോഗച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ രോഗച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. യേശുനാഥ, ദൈവപുത്ര, സർവശക്ത നിത്യപിതാവേ. ഒറ്റ വിളിച്ചോ, കരമുളിയത്തെ യേശുവേ എല്ലാവരും വിളിക്കണം, എല്ലാവരും കരമുളിയത്തെ യേശുവേ എന്ന് വിളിക്കണം. വിശ്വാസവദിക്കുന്ന സമയമാണ്, വിശ്വാസവദിക്കണം. മുറ്റുവലിക്കാൻ പറ്റും, മുറ്റുവരുന്നുകൊണ്ട് കരമുളിയത്തെ യേശുവേ എന്ന് വിളിക്കണം. സർവശക്ത നിത്യപിതാവേ, യേശുനാഥ, ദൈവപുത്ര, സർവശക്ത നിത്യപിതാവേ. ഒറ്റ വിളിച്ചോ, യേശുനാഥ, ദൈവപുത്ര, സർവശക്ത നിത്യപിതാവേ, യേശുനാഥ, ദൈവപുത്ര, സർവശക്ത നിത്യപിതാവേ, യേശുനാഥ, ദൈവപുത്ര, സർവശക്ത നിത്യപിതാവേ. രണ്ട് കരമുയർത്തുന്ന യേശുവേ എന്ന് വിളിക്കണം, ഉച്ചത്തില് ചങ്കുപൊട്ടി വിളിക്കട്ടെ. യേശുനാം വിളിച്ച് മോഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും, ബന്ധനങ്ങൾ അടിയട്ടെ. ഹല്ലേലൂയ, ആരാധന. ദേശത്തെ ബന്ധിക്കുന്ന യേശുനാമത്തിൽ കുടുംബങ്ങളെ, സഭയെ പിടിപ്പിക്കുന്ന പൈശാചിക ആത്മാക്കളെ ഒന്നേ മൂന്നെട്ടിൽ ബന്ധിച്ച് കൈയ്യെട്ട് ബഹിഷ്കരിക്കുന്ന ബഹിഷ്കരിക്കുന്നു. 6:18 ആത്മാക്കളെ, 34:7 ആത്മാക്കളെ യേശുക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 19:13 ബന്ധിക്കുന്ന യേശുനാമത്തിൽ, 16:12 ബന്ധിക്കുന്ന യേശുനാമത്തിൽ. ഒറ്റ വിളിച്ചോയേ,
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒറ്റവിളി ഹല്ലേലൂയ. നെറ്റിമേ കുരിശ് വരച്ച് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. രണ്ട് കരപടത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒറ്റവിളി യേശുവേ എന്ന് വിളിക്കുന്നു, യേശുവേ എന്ന് വിളിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയം